ഇന്ന് രാത്രി വായിച്ചത് മത്തായി സുവിശേഷമാണ്. പുതിയ നിയമത്തിൽ സുവിശേഷം 4 ഏടുകളാണ്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിൽ ആദ്യത്തെ സുവിശേഷമാണ് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ മത്തായി സുവിശേഷം. ഇതിൻ്റെ ഒരു പ്രത്യേകത, 5 കഥാപാത്രങ്ങളെ വരച്ച് കാണിക്കുന്നു: യേശുവിനെയും മറിയയെയും, അപ്പോൾ ഹേരോദാവിനെ, പീലാത്തോസിനെയും സ്നാപക യോഹന്നാനെയും അക്കമിട്ട് കാണിക്കുന്നതാ മത്തായി സുവിശേഷം. അപ്പോൾ തന്നെ 5 പ്രത്യേക സ്ഥലങ്ങളെ കാണിക്കുന്നു: ബേത്ലഹേമിനെ കാണിക്കുന്നു, ഒലിവുമലയെ കാണിക്കുന്നു, കാൽവറി മലയെ കാണിക്കുന്നു, യഹൂദിയെ കാണിക്കുന്നു, ശമരിയെ കാണിക്കുന്നു. AD 30 യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശീകരണം. 37 കാലഘട്ടത്തിൽ മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാ മത്തായി സുവിശേഷം. ശ്രദ്ധയോടെ അതിന്റെ 1-ാം ഭാഗം വരുമ്പോൾ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിലെ അവസാന പുസ്തകങ്ങളാണ് സെഖര്യാ പ്രവചനവും മലാക്കിയും. ഇത് 2 പ്രവചന ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് 400 സംവത്സരം ഇരുണ്ട കാലഘട്ടം എന്ന് പഠിതാക്കൾ പറയുന്നു. അതിനുശേഷമാ മത്തായി സുവിശേഷം. തുടങ്ങുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ വംശാവലി വരച്ച് കാണിക്കുന്നു. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി കാണിക്കുന്നു. അധ്യായം 2 വരുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെങ്കിൽ അവൻ ജനിക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ ജനനം. അവൻ ജനിച്ചു എവിടെ? ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ. ഈ ഭാഗം ദൈവ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അനാദി നിത്യതയിൽ അവൻ പിതാവിന്റെ വലത്തുഭാഗത്തുണ്ടായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ജനിക്കുമ്പോൾ അവൻ ജനിച്ചത് ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ. വളരുന്നത് മാതാപിതാക്കളുടെ നടുവിൽ. പള്ളിയിൽ പോയി ഉപദേശം പറയുന്നത് പുരുഷാരത്തിന്റെ നടുവിൽ. അത്ഭുതം ചെയ്യുന്നത് ശിഷ്യന്മാരുടെ നടുവിൽ. കാൽവറിയിൽ പരമയാഗമാകുന്നത് 2 കള്ളന്മാരുടെ നടുവിൽ. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കാത്തിരിക്കുന്നവരുടെ സൈഡിലല്ല, നടുവിൽ വന്ന് പറഞ്ഞു: കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. തീർന്നില്ല. ഭീതിയുടെ നടുവിൽ 15 വരുമ്പോൾ കുഞ്ഞാടിനെ കണ്ടെങ്കിൽ ഇന്ന് രാത്രി എപ്പോഴും സ്തുതിക്കുന്നവരുടെ നടുവിൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അത് വീടാകട്ടെ, ചർച്ചാകട്ടെ, കാറിനകത്താകട്ടെ, മരച്ചുവട്ടിലാകട്ടെ, അടുക്കളയിലാകട്ടെ, എവിടെയെങ്കിലും 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നടുവിൽ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത നല്ല കർത്താവിനെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. സ്തോത്രം. ഇതിനായി കുഞ്ഞാട് വന്നത് വീട് തരാനാണോ? കാറ് തരാനാണോ? അല്ല. ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ശ്രദ്ധയോടെ ഇരിക്കണം. ആദമ്യ കുടുംബം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഫലത്തെ ഭക്ഷിച്ചുകൊണ്ട് അവർ രക്ഷയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തി. 2-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നത്തതിൽ എന്താ ചെയ്തത്? അബ്രഹാം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിന് പകരമായി ഒരു കുഞ്ഞാടിനെ അറുത്തു. 3, ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് കനാനിലേക്ക് യാത്രയാകുമ്പോൾ 1000കണക്കിന് ആടുകളെ അറുത്തു. 4, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പണിയുമ്പോൾ 1,56,000 ആടുകളെ അറുത്തു. അവൻ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇസ്രായേൽ ജനം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആടിനെയും കുറുപ്രാവിനെ എന്ന് വന്ന് മറത്ത് ചോരത്തളി ആചരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, ഇനി ആട്ടിനെ അറക്കണ്ട, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. സന്തോഷമില്ലല്ലോ? അപ്പോൾ ആർ പോകും? പിതാവിന്റെ നടുവിലിരുന്ന പ്രിയപുത്രൻ പറഞ്ഞു, ഞാൻ പോകാം. അതാ യോഹന്നാൻ പറഞ്ഞ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസുകാരന്റെ അല്ല, മർത്തോമയുടെ അല്ല, CSIയുടെ അല്ല, മനുഷ്യകുലത്തിൽ ജനിച്ച സകലന്റെ പാപം പോക്കുവാൻ രക്തം ചിന്താതെ വിമോചനമില്ല. അങ്ങനെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. യേശു വന്നത് വീട് തരുവാനാണോ? കാർ തരുവാനാണോ? നെയ്യാറ്റിൻകര ഷോപ്പിംഗ് കോംപ്ലക്സ് തരുവാനോ? ഇതിനൊന്നുമല്ല യേശു വന്നത്. പാപം ചെയ്ത മനുഷ്യൻ പാപത്തിന്റെ അന്ധകാരത്തിൽ കടന്ന് ജഡീകമായി ലോകത്തിൽ കിടക്കുമ്പോൾ, അവൻ മരണത്തെ പുൽകുമ്പോൾ, അവന്റെ ആത്മാവ് പാതാളത്തിൽ നരകയാതന അനുഭവിക്കാതെ നിത്യ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ യുഗത്തിൽ ഇറങ്ങിയത് മകുട സൃഷ്ടിയായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ഇതിന്റെ പേരാ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട്
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പ്രസംഗിക്കുക. അതിൻ്റെ പേരാ സുവിശേഷ യോഗം. സന്തോഷമില്ലല്ലോ? നെയ്യാറ്റിൻകരക്കാർക്ക് തീരെ സന്തോഷമില്ല. സ്വോത്രം. കോവിഡിന് മുമ്പിട്ട് എന്തെല്ലാം ഇവിടെ അടങ്ങേറി, മുനിസിപ്പാലിലും ടൗൺ ഹാളിലും എന്തെല്ലാം അരങ്ങേറി എന്നറിയാമോ? ആ സുവിശേഷമല്ല ഈ സുവിശേഷം. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ചില പാർട്ടികൾ ഇനിയും വരും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവരെ കസ്റ്റഡിയിൽ പോകരുത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ന് രാത്രി നാം തൊട്ടുവച്ചത് യേശു ക്രിസ്തുവിൻ്റെ ഒലിവ് മല പ്രഭാഷണം. യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ ബൈബിളിലുണ്ട്. അത് മത്തായി 5, 6, 7. അതാണ് ഗിരിപ്രഭാഷണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി, അപ്പോൾ തന്നെ ജവഹർലാൽ നെഹ്റു, ഇവരെല്ലാം പഠിച്ചിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സത്യാന്വേഷണ, നമുക്ക് സ്വാതന്ത്ര്യം ബാപ്പുജിയുടെ സത്യാന്വേഷണ പരീക്ഷകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എൻ്റെ ട്രെയിൻ യാത്രകളിലെല്ലാം ഞാൻ വായിച്ചിരുന്നത് യേശുദേവന്റെ ഗിരിപ്രഭാഷണമാണ്. അതുകൊണ്ടാണ് ഞാൻ അഹിംസയിലേക്ക് വന്നത്. നമ്മൾ വായിച്ചില്ലെങ്കിലും വിദ്യാഭ്യാസമുള്ളവർ വായിക്കുമെന്ന് സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ടല്ലേ ഇന്നലെ നിങ്ങളുടെ മേഖലാ ചെയർമാൻ സച്ചിദാനന്ദ സാർ ഒരു കാര്യം പറഞ്ഞ വല്ലവരും കേട്ടായിരുന്നു? പെന്തിക്കോസുകാർ ബൈബിൾ വായിക്കുന്നില്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വായിക്കുന്നതെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്നലെ കേട്ടായിരുന്നു. സ്വോത്രം. അവർ പറയുന്നെന്ന് കാര്യം ലോകത്തിന് എന്തോ സംഭവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ അതാ ഒന്നാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം. 2 ഒലിവുമല പ്രഭാഷണം, യുഗാന്ത്യ പ്രഭാഷണം, എസ്കറ്റോളജി, വരാൻ പോകുന്ന അന്ത്യകാലം. അതാ ഒലിവുമല പ്രഭാഷണം. 3ാമത്തെ ഒരു പ്രഭാഷണമുണ്ട്. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നവരെല്ലാം അത് പഠിപ്പിക്കും. അതിൻ്റെ പേര് മാളികമുറി പ്രഭാഷണം. യേശു ക്രിസ്തു കാൽവറിയിൽ പരമയാഗമാകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് സംവദിക്കുന്നു. യോഹന്നാൻ 13 മുതൽ 19 വരെ. ആ പ്രഭാഷണത്തിന്റെ പേര് മാളികമുറി പ്രഭാഷണം. 3 പ്രഭാഷണങ്ങളോ കാതല യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണം. ഇന്ന് രാത്രി നാം തൊട്ടുവെച്ചത് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് അവസാനമല്ല. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം ശ്രദ്ധയോടെ ഇരിക്കണം. മത്തായി 24. എന്നാൽ ഈ ഒലിവുമല പ്രഭാഷണത്തിന് തൊട്ട് മുമ്പ് മത്തായി 21 ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിൽ ഭൂതലത്തിൽ പൂജാതനാകുന്നു. ശിഷ്യന്മാരുടെ ഇടവിലേക്ക് അവൻ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ കൊടുക്കുമ്പോൾ അന്ത്യത്തിങ്കൽ ഈ കുഞ്ഞാട് അറുക്കപ്പെടണമെങ്കിൽ ആ യാത്ര വരുന്നു. അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തിയാണ്. യേശു ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് ഭക്തനായ സക്കറിയാവ് എഴുതി വെച്ചു. സക്കറിയ പ്രവചനം 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് സൗമ്യനായി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരും. ജനിക്കുന്നതിന് മുമ്പുള്ളൊരു പ്രവചനമായത്. ഒലിവുമലയുടെ താഴ്വാരം ബേത്പകയ്ക്കും ബദാനിക്കും ഇടയിലെത്തുമ്പോൾ കുഞ്ഞുങ്ങളോട് കൽപ്പിച്ചു, ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയെ അഴിച്ചുകൊണ്ടുവരണം. അവർ പറഞ്ഞു ശരി. നാട്ടുകാർ ചോദിച്ചാൽ പറഞ്ഞ കർത്താവിന് ഇത് ആവശ്യമുണ്ട്. ഈ കഴുതയും കുട്ടിയും അനേക ദിവസങ്ങളായി വനാന്തരത്തിനകത്ത് കിടക്കുക. 5 കാര്യങ്ങൾ അവരുടെ പ്രത്യേകതയുണ്ട്. 1, കഴുത്ത് വനാന്തരത്തിൽ വേരിനകത്ത് വെച്ചിരിക്കുക. 2, വഴികളെല്ലാം അടഞ്ഞു. 3, നാട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചു. 4ാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് ലോകം എഴുതി വെച്ചു. ഒന്നുകിൽ ഭർത്താവ് മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയിരിക്കാം. 5ാമത്തെ സംഭവം, മുൻപിൽ ആത്മഹത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുവാനുള്ള ദൈവത്തിന്റെ ദാസന്മാർ അവിടെ വന്നു. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. പട്ടണത്തിനകത്ത് നീ പുറത്തു വരുത്തില്ലെന്ന് ലോകം പറയും. എന്നാൽ കഴുതയുടെ കണ്ണുനീരിന് പിൻപിൽ ഒരു കരമിറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ വനാന്തരത്തിനകത്ത് അതിന്റെ കെട്ടുകൾ അഴിച്ചതുപോലെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ ഏത് വനാന്തരത്തിൽ കടന്നാലും നിന്റെ കെട്ടുകളെ അഴിച്ച് പുറത്തു കൊണ്ടുവരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കഴുതയുടെ പിൻപിൽ 5 കാര്യങ്ങൾ പ്രതികൂലമെങ്കിൽ ഹല്ലേലൂയ, പ്രതികൂലത്തെ അനുകൂലമാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. 1ാമത്തെ സംഭവം, അതിനെ കെട്ടിയിരുന്ന കെട്ടഴിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, പുറത്തു കൊണ്ടുവന്ന്. 4, ഏത് പട്ടണത്തിൽ അപമാനിക്കപ്പെട്ടു അതേ പട്ടണത്തിൽ കൂടി കഴുതയെ നടത്തുവാൻ സർവശക്തന് കൃപ തോന്നി. 5,
യെരൂശലേമിന്റെ ദൈവാലയത്തിനകത്ത് ഈ കഴുതയെ കൊണ്ട് നിർത്തി ഇന്ന് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, നീ പരാജയം കാണുവാൻ കാത്തിരുന്ന പട്ടണത്തിൽ തന്നെ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ തലമുറകൾ തകർന്നു കാണുവാൻ പിശാച് പദ്ധതി വെക്കുമ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഹബക്കൂക്കിനോട് ചേർന്ന് പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എല്ലാ കാലവും കാട്ടിനകത്ത് കിടന്ന് ബുദ്ധിമുട്ടുവാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഈ വചനം എടുത്തപ്പോൾ ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിനെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ തലമുറയെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, എല്ലാ കാലത്തും ഞാൻ വനാന്തരത്തിനകത്ത് കടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? ഗോശാലകളിൽ നല്ല സമ്പത്ത് കാണത്തില്ല, അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിക്കകത്ത് ഫലം കാണത്തില്ല, എങ്കിലും 67ാമത് വാർഷിക കൺവെൻഷൻ പറയണ യഹോവയിൽ ഞാൻ ആനന്ദിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ കഴുത എവിടെ വന്നു നിന്നത്? ആലയത്തിന്റെ മുൻപില്. ആലയത്തിന്റെ മുമ്പിനകത്ത് കഴുത വന്നാൽ യഹൂദന്റെ ആചാരപ്രകാരം കഴുത്ത് ഞെരിച്ച് മലഞ്ചെരുവിലേക്ക് വലിച്ചിടും. എന്നാൽ ഈ കഴുതയെ തൊടുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്താ കാര്യം? അന്ന് ഇതിന്റെ പുറത്ത് യാത്ര ചെയ്തത് ആരാ? സാധാരണ മനുഷ്യനല്ല. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച് ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കി സൂര്യനെയും ചന്ദ്രനെയും അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കിക്കൊണ്ടിരിക്കുന്ന, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ കൂട്ടിയിടിക്കാതെ കറക്കുന്ന, സോപ്പൂറയ്ക്കകത്ത് ആകാശ പാറകളെ നിരത്തി വെച്ചിരിക്കുന്ന മഹാദൈവത്തിന്റെ പുത്രൻ യാത്ര ചെയ്ത കഴുതയെ തൊടുവാൻ ഒരന്ധകാര ശക്തിക്കും പള്ളി പരീക്ഷകൾക്കും കഴിഞ്ഞില്ല. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സിസ്റ്റർ, ബ്രദർ, നീ വചനത്തിന്റെ പെട്ടകം എടുത്തുകൊണ്ട് യാത്ര ചെയ്ത് നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുടെ നടുവിൽ നിന്നെ പൊന്നുപോലെ ഉയർത്തുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ നിലവാരങ്ങളെ മാറ്റുന്നവനാ ദൈവം. ഈശായുടെ കുറ്റിയിൽ ഒരു മുള പൊട്ടി പുറപ്പെടും, ദാവീദിന്റെ സന്തതിയിൽ നിന്നൊരു വേരുണ്ടാകും. ആ പറഞ്ഞ വാക്യങ്ങൾ എവിടെ നിലവർത്തിച്ചെന്നറിയാമോ? ആ ഹല്ലേലൂയ. ഈശായുടെ കുടുംബത്തിനകത്ത് 7 പേർ അനുഗ്രഹിക്കപ്പെട്ടവരാ. 8ാമത്തെ ഒരു പൈതലുണ്ട്, അവന്റെ പേരാ ദാവീദ്. അവന്റെ പ്രത്യേകം എന്താ? സ്വോത്രം. അവനെവിടെ? വനാന്തരത്തിനകത്ത് കിടക്കുക. സ്വോത്രം. ആധാറില്ല, ഐഡന്റിറ്റി കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല. ശമൂവേലിന്റെ സ്വർഗം ഈശായുടെ കുറ്റിയിൽ അഴിച്ചു. അവിടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഈശായി കാണിച്ചു കൊടുക്കുക. ദാണ്ടിരിക്കുന്ന നല്ല ഡിഗ്രിക്കാര്, ഡോക്ടറേറ്റുകാര്, PhD-കാര്. ശമൂവേൽ കരമിങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, യവനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈശായോട് ചോദിക്കാൻ പറഞ്ഞു, വേറെ വല്ല മക്കളുമുണ്ടോ? അപ്പോൾ ഈശായി പറഞ്ഞു, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ഒരുവനുണ്ട്, അവനിപ്പോ കിടക്കുന്ന വനാന്തരത്തിനകത്ത്. അപ്പോൾ ശമൂവേൽ പറഞ്ഞുകൊണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചു, വീട്ടുകാരും നാട്ടുകാരും ഉപേക്ഷിച്ചു. ഇന്ന് രാത്രി ഏകമായി കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്ന മാതാവേ, പിതാവേ, ചെറുപ്പക്കാര, സഹോദരി, രാത്രിയുടെ യാമത്തിനകത്ത് ദാവീദ് കാട്ടിനകത്ത് കരമടിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ മടക്കി കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി. ഇന്ന് രാത്രി ഹല്ലേലൂയ, അവന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല ദാവീദ് ഇസ്രായേലിന്റെ രാജാവാകുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിനെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഏത് വനാന്തരത്തിനകത്ത് കടന്നാൽ അതിന്റെ നടുവിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അന്തപുരത്തിന്റെ മന്ദിരങ്ങളിൽ ഇരുത്തുക. ഇന്ന് രാത്രി നിന്റെ ആരാധനയ്ക്ക് കഴിയും, നിന്റെ വചനത്തിന് കഴിയും, നിന്റെ ഉപവാസത്തിന് കഴിയും, നിന്റെ കണ്ണുനീരിന് കഴിയും. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അന്ന് യെരൂശലേമിന്റെ ദൈവാലയത്തിൽ യേശുനാഥൻ പ്രഭാഷണം നടത്തി. ഓശാന പെരുന്നാൾ, പട്ടണത്തെ ഇളക്കുന്ന ഇവൻ ആർ? അവൻ അങ്ങനെ ദൈവാലയത്തിൽ വന്നു. മത്തായി 24:1-2 അനുഗ്രഹിക്കപ്പെട്ട ഓശാന പ്രഭാഷണം നടത്തി. അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അടുത്ത് ചോദിച്ചു, ഗുരു, ആലയത്തിന്റെ പണിയെല്ലാം കാണുന്നില്ലേ? യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇതെത്ര മിനുക്കിയാലും ഇത് ഇടിഞ്ഞു പോകും. അന്ന് പകലൊരു നല്ല പ്രസംഗം പള്ളിയിൽ നടത്തി. സാധാരണ ശിഷ്യന്മാർ കേട്ടിട്ടുള്ള കാനാവിലെ കല്യാണം, 5 അപ്പം 2 മീൻ, ബെഥസ്ദ കുളക്കടവിൽ കിടന്ന കാര്യങ്ങളൊക്കെ കണ്ടത്. അന്നൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തി. ഈ ലോകം തീരും, അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കും. സായം സന്ധ്യയിൽ യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുന്നു. ബൈബിള് നിങ്ങളുടെ കൂടെ വെച്ചുകൊണ്ടിരിക്കണം. മത്തായി 24:3-4-5. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, നീ പോയിട്ട് മടങ്ങി വരും, ഈ ലോകം അവസാനിക്കും, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? അപ്പോൾ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്തല്ല ട്രെയിൻ വരുന്നതിന് മുമ്പിട്ട് ഒരു പെൺകൊച്ചു വിളിച്ചു പറയും, മുംബൈ കന്യാകുമാരി തോടി സീതാ ബെർബാദ് പ്ലാറ്റ്ഫോം നമ്പർ 1 में पहुंचेगा. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക്
കന്യാകുമാരി മുംബൈ ട്രെയിൻ വരുമെന്ന് കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പം ട്രെയിൻ കുഴിത്തറ ഇരണിയിൽ കിടക്കുക, പെങ്കൊച്ചു ഇവിടെ വിളിച്ചുകൊണ്ടേയിരിക്കുക. സന്തോഷമില്ലല്ലോ? എയർപോർട്ടിൽ പോയ എത്ര പേരുണ്ട്? എയർപോർട്ടിൽ പോയത്, ചാക്ക എയർപോർട്ടിൽ പോയ കരം ഉയർത്തിയാട്ട് എയർപോർട്ടിൽ പോയിട്ടുള്ള സന്തോഷമില്ലല്ലോ? എനിക്ക് വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട, കരം ഉയർത്തിക്കോ. സ്വോത്രം. എയർപോർട്ടിൽ പോയത് സ്വോത്രം. അവിടെ നേരെ 5:30 പ്ലെയിന് 5:30 ചെന്നാൽ കയറാൻ പറ്റുമോ പാസ്റ്ററെ? പറ്റത്തില്ല. 4 മണിക്കൂർ മുമ്പേ അവിടെ ചെല്ലണം. ഇവിടുന്ന് ഒരു വാലിബൻ പോകുന്ന 5:30 പ്ലെയിൻ, 1:30 അവിടെ ചെല്ലുമ്പോഴേ ഒരു പെൺകുട്ടി വിളിച്ചുകൊണ്ടിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലെ സലാലയിലേക്ക് പോകുന്ന വിമാനം 5:30 യാത്രയാകും. യാത്രക്കാർ ബോർഡിംഗ് പാസ്, പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫൈനൽ ചെക്ക് കഴിഞ്ഞ് കൗണ്ടറിൽ വെയിറ്റ് ചെയ്യുക. സന്തോഷമില്ലല്ലോ? അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. അന്നേരം പ്ലെയിൻ ഇവിടെ തിരുവനന്തപുരത്തും വന്നിട്ടില്ല, അതിനുശേഷം ശ്രീലങ്കയുടെ തീരവും വന്നിട്ടില്ല. പ്ലെയിൻ അറേബ്യൻ കടലിൽ കടന്ന് കറക്കുമ്പോഴേ പെങ്കൊച്ച് വിളിച്ചുകൊണ്ടിരിക്കുക 5:30 പ്ലെയിനിൽ പോകാനുള്ള റെഡി. അതുപോലെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അപ്പോൾ യേശു പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. മത്തായി 24:5-6. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് പല കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരത്തില്ലയോ? പുസ്തകം എടുത്താൽ വീട് കിട്ടും, പിന്നെ ചേച്ചി ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലോ? നെയ്യാറ്റിങ്കര പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ചിലർ പറയുന്നു വീട് കിട്ടും. കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ പറയുന്നു ഈ പുസ്തകം എടുത്താൽ 1.5 കോടി കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എത്ര കൊല്ലമായിട്ട് ഞാനെടുത്തു. ഇത് കേട്ടിട്ട് ഞാൻ 2 അക്കൗണ്ട് തുടങ്ങി. 50,000 കിട്ടിയെന്ന് എൻ്റെ സഹോദരങ്ങൾ സുജിത്തിനും പുഷ്പരാജിനും 5,000 വെച്ച് ഞാൻ കൊടുത്തേന്. സ്വോത്രം. ഞങ്ങളുടെ ഒന്നും അക്കൗണ്ടിലൊന്നും വരുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ഈ സഹോദരിമാരാ മതിൽ ചാടുന്നത്. ഒരു സഹോദരി മറ്റേ ചേച്ചിയോടുകൂടെ അവിടെ വിടുതൽ നടക്കുന്ന, അവിടെ ഉണർവ് നടക്കുന്ന. ചേച്ചി പോയാൽ കയ്യിരിക്കുന്ന സ്വർണവും പോകും, ആട്ടിനെ വിറ്റ കാശ് ചാനലിലും പോകും. സന്തോഷമില്ലല്ലോ? നിങ്ങൾ കൊടുത്തേ വിടത്തോളം അവർ. സ്വോത്രം. നിങ്ങളെപ്പോലുള്ളവർ നോക്കിയിരിക്കുക. ഇനിയെങ്കിലും ഈ നെയ്യാറ്റിൻകരക്കാരോട് പറയാം, ഇവിടുത്തെ പാസ്റ്റർമാർ പറയാം, യവന്മാരുടെ നോട്ടീസ് ചർച്ചിൽ പോലും വായിക്കരുത്. യവന്മാരുടെ കുഴപ്പം കൊണ്ട് ഇപ്പം ഞങ്ങളെ വിളിക്കുന്നതും വചനത്തൊഴിലാളികൾ, കുപ്പായ തൊഴിലാളികൾ. സ്വോത്രം. എത്രയോ കൊല്ലം കൊണ്ട് ഞാൻ പ്രസംഗിച്ചത്, 15 കൊല്ലം കൊണ്ട് ഇവരുടെ കൂടെ പ്രസംഗിച്ചത്. ഞങ്ങളാരും കാശ് ചോദിച്ചിട്ടില്ല, എവിടാ സ്റ്റേജെന്ന് ചോദിച്ചിട്ടില്ല, എത്രായിരം വാട്സ് എന്ന് ചോദിച്ചിട്ടില്ല. ഈ മഹാ കള്ളന്മാർ ദൈവസഭയിൽ നുഴഞ്ഞു കയറിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പേരുദോഷം. അതാ പത്രോസ്ലീഹ പറഞ്ഞ്, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ ദൈവസഭയിൽ എഴുന്നേക്കും. സന്തോഷമില്ലല്ലോ? രക്ഷ പ്രസംഗിക്കാതെ, മാനസാന്തരം പ്രസംഗിക്കാതെ, സ്നാനം പ്രസംഗിക്കാതെ, കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കാതെ, മരണാനന്തര ജീവിതം പ്രസംഗിക്കാതെ, വിടുതൽ പയർ ഇങ്ങനെ പയറുമായിട്ട് വരുന്ന കുറേ എണ്ണം ഇനിയും വരും. സ്വോത്രം. സൂക്ഷിക്കുക. വൃക്ഷത്തെ കാണുമ്പോൾ അറിയാം ഫലം എങ്ങനെയാന്ന്. ചേച്ചിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നാളെ കൂടെ യോഗമുള്ളൂ. യവന്മാരുടെ മുമ്പിലോട്ട് പോവല്ലേ. ഗൂഗിൾ പേ വഴി ഇപ്പോൾ പൈസ അടിക്കാനിരിക്കുക. സന്തോഷമില്ലല്ലോ? യേശു തന്നെ പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരും. ഇപ്പം ദൈവകൃപയാൽ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് മാസ്ക് കിട്ടി. അതുകൊണ്ട് ഞാനടക്കം 2 മാസ്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് അധികം മുഖപരിചയമില്ല, രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. പാസ്റ്റർമാർ മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏതിനും ഒരു ഉദാഹരണമുണ്ട്. അപ്പുറത്തേക്ക് കടന്നാൽ വചനത്തിൻ്റെ നിവർത്തി. മത്തായി 24, 32, 33, 34, 35. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു നിങ്ങൾ കാണുന്നുവല്ലോ. ഇസ്രായേൽ തളിർക്കണം. അപ്പോൾ കോവിഡിൻ്റെ മറവിൽ ശ്രീലങ്ക ക്ഷാമം വരണം, ഇന്ത്യയിൽ പ്രശ്നം വരണം, കേരളത്തിൽ നരബലി നടക്കണം, അത് കഴിഞ്ഞിട്ട് അമേരിക്ക കാറ്റടിക്കണം. അപ്പം ഇതൊക്കെ അടിച്ചാൽ ആര് ഈ ലോകത്തെ ശരിയാക്കുമ്പോൾ ഒരച്ചായം പറയും, ഞാനെല്ലാം റെഡിയാക്കി തരാം, കസേരഞ്ഞ് തരാൻ. അവൻ്റെ പേര എതിർക്കസു തുമ്പുകെട്ടയിടയൻ നാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു. അപ്പോൾ തന്നെ യെല്ലോ മാംഗോ അലർട്ടൊക്കെ ഇവിടെ വരും. റെഡ് അലർട്ട് ഇന്നും ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പ്രപഞ്ച ലക്ഷണങ്ങൾ, 4 ലക്ഷണങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പേൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ വരവ് ട്രെയിൻ വരുന്ന പോലെ സിഗ്നൽ, പ്ലെയിൻ പോകുന്ന പോലെ അനൗൺസ്മെന്റ്. 1 ഇസ്രായേൽ, 2 എതിർ ക്രിസ്തു, 3 പ്രപഞ്ചലക്ഷണം, 4 ഏകലോക മതം. അതിനാസ്പദമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ബഹറിലും പാമ്പോന്ന് അറബ് രാജ്യക്കാരോട് പറയും, നമുക്കെല്ലാം ഒരു കുടക്കീഴിൽ നിൽക്കാം. ഇതിൻ്റെ അർത്ഥം എന്താ? വെളിപ്പാട് 13:7 എഴുതിയിട്ടുണ്ട്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും
ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചു. അന്ത്യദിനങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് കുഞ്ഞു വായിച്ചത് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത്. കടക്കാം റഷ്യ ഉക്രൈനിലേക്ക്. ഇനി യുദ്ധങ്ങൾ എവിടെ? ശ്രദ്ധയോടെ ഇരുന്നാൽ PSC പരീക്ഷ എഴുതി ടെസ്റ്റ് നിനക്ക് പോകാം. ഒന്നാമത്തെ യുദ്ധം 1900 പുറകിലുള്ള ഞാൻ പറയുന്നില്ല, 900 ശേഷം 1905 ഒരു യുദ്ധം നടന്നു. അതിൻ്റെ പേരാ റഷ്യ ജപ്പാൻ യുദ്ധം. അതിന് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന റൂസോ ജപ്പാൻ വാർ. ഈ കൊച്ചു രാജ്യമായ ജപ്പാൻ റഷ്യ അടിച്ച് പാളിഷാക്കിയെന്ന് സ്വോത്രം. 1905 ബൈബിൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെ. രണ്ടാമത്തെ യുദ്ധം 1914 മുതൽ 17 വരെ ഒന്നാം ലോക മഹായുദ്ധം. ലക്ഷക്കണക്കിന് പേർ മരിച്ചു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും 1917 ഒന്നാം ലോക മഹായുദ്ധം ഇവിടെ നടന്നപ്പോൾ 3 സംഭവം നടന്നു. ഒന്ന്, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം പിടിച്ചടക്കി. അന്ന് ആദ്യമായിട്ടൊരു മുദ്രാവാക്യം കേട്ടു, സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. സംഘടിച്ചു ശക്തരാകുവിൻ. സന്തോഷമില്ലല്ലോ? അങ്ങനെങ്കിൽ കേട്ടവർ ഇതെന്നാ തുടങ്ങി? അയ്യോ, ഇവിടുത്തെ CPM പോലും അറിയത്തില്ല എന്നാ റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതെന്ന്. പക്ഷേ പഠിച്ച ഞങ്ങൾക്കറിയാം. സ്വോത്രം. 1917 ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇസ്രയേൽ മടങ്ങി വരുവാൻ ആദ്യത്തെ അത്തിച്ചെടി കുടിച്ചു വച്ചത് ഈ 17 നവംബർ 11 മണി. ആ ഡിക്ലറേഷന്റെ പേരാ PSCക്ക് വരും. ആർതർ ബാൽഫോർഡ് വിളംബരം. ഇതൊക്കെ പഠിക്കണം. ഇതാണ് സുവിശേഷ യോഗത്തിനകത്ത് ബൈബിളുമായിട്ടുള്ള ബന്ധം. അന്ന് കോവിഡിന്റെ മൂത്ത ചേട്ടനായി ഒരുവൻ വന്നു. അതിന്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. അങ്ങനെ ഒരു മഹാവ്യാധി ഒന്നാം ലോക മഹായുദ്ധത്തിൽ. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് ഭരണം. 2, അത്തിച്ചെടി. 3, മഹാവ്യാധി. ഇതൊക്കെ പഠിച്ചിട്ടേ പോകാൻ പറ്റൂ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അനേകം പേർ മരിച്ചപ്പോൾ ലോകം പറഞ്ഞു, ഇനി വെടിവെപ്പ് വേണ്ട, ബോംബ് സ്ഫോടനം വേണ്ട. ഒരു സംഘടന വന്നു. അതിൻ്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ്, സർവ രാഷ്ട്ര സംഘടന. ഇനി രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെ എത്ര പേർ മരിച്ചു? 5.5 കോടി പേർ മരിച്ചു. അന്ന് ലോകരാജ്യങ്ങൾ പറഞ്ഞു, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇന്നലെ പറഞ്ഞു, ഒരു പ്രഭാതത്തിൽ 1,40,000 പേരെ കൊന്നപ്പോൾ പറഞ്ഞു, ഇനി ആറ്റം യുദ്ധം വേണ്ട. അന്നൊരു സംഘടന വന്ന്, അന്ന് ഈ ആ സംഘടന ഇന്നുമുണ്ട്. അതിൻ്റെ പേരാ യുണൈറ്റഡ് നേഷൻസ്, UN. ഇന്നുമുണ്ട്. ക്ലിയർ ആക്കണം ബൈബിൾ എന്താ വരാൻ പോകുന്ന കാലം. മൂന്നാമത്തെ സംഭവം 1957 9 വയസ്സുള്ള കൊച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇസ്രയേലിന് ഈ അറബ് രാജ്യങ്ങൾ അടിച്ചു. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ. നാലാമത്തെ യുദ്ധം 1967 അറബ് ഇസ്രയേൽ വാർ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, 6 രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ അടിച്ച് ശരിയാക്കി. പക്ഷേ ഇസ്രയേൽ അവനെ തകർത്തു. അത് കഴിഞ്ഞ് 70 മുതൽ 80 വരെ ഇവിടെ ഒരു യുദ്ധമുണ്ടായി, ഇറാൻ ഇറാഖ് യുദ്ധം. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? ഇറാൻ ഇറാഖ് യുദ്ധം കേട്ടത്? കരമുയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതില്ലേ പണ്ട് ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് രാമചന്ദ്രൻ വാർത്തകൾ വായിക്കുന്നു, ടെഹ്റാനിൽ ഇറാഖിന്റെ സ്ഫോടനം നടന്നു. അങ്ങനെ വല്ലതും കേട്ടായിരുന്നോ പണ്ട്? സ്വോത്രം. ഇച്ചിരി കഴിയുമ്പോൾ 12 വേറെ വാർത്ത. ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ വാർത്തകൾ വായിക്കുന്ന സുഷമ്മ, ഇന്ന് 12:30 ഇറാഖിനകത്ത് ഇറാന്റെ ആക്രമണം ഉണ്ടായി. വല്ലതും കേട്ടായിരുന്നോ പണ്ടത്തെ സുഷമ്മ, രാമചന്ദ്രൻ? സന്തോഷം ഇല്ലല്ലോ. റേഡിയോ വാർത്ത കേട്ട ആരുമില്ലല്ലോ. ഇറാൻ ഇറാഖ്. അത് കഴിഞ്ഞിട്ട് 90 അടുത്ത യുദ്ധമുണ്ടായി. ആരാണെന്നറിയാമോ? സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. ഇറാഖ് കുവൈറ്റ് യുദ്ധം. സന്തോഷമില്ലല്ലോ. ഇപ്പൊ ബൈബിള് ശരിയായില്ലേ? യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത്. ഡ്രായിങ് വരയ്ക്കുന്ന പോലെ ഞാൻ വരച്ച് കാണിക്കുക. സ്വോത്രം. അത് കഴിഞ്ഞ് കോവിഡ് കാലത്ത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിന്റെ പേരേതാ? റഷ്യ ഉക്രൈൻ യുദ്ധം. കരമുയരുന്നില്ലല്ലോ. അതിലേക്കാണ് ഇന്ന് രാത്രി വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് വരെയും തീർന്നിട്ടില്ല. ചക്ക കുഴയുന്ന പോലെ പുട്ടൻ കുഴഞ്ഞുകൊണ്ടിരിക്കുക. എന്താ റഷ്യ ഉക്രൈൻ? അതിനുശേഷം വരുന്ന യുദ്ധങ്ങൾ. ലോകത്തിൽ 2 വൻശക്തികളുണ്ട്. ഒന്ന് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 51 സ്റ്റേറ്റ്. അവരോട് ചേർന്ന് വേറൊരുവനുണ്ട്. അതിൻ്റെ പേര് നാറ്റോ സഖ്യം. 30-ൽ പരം രാഷ്ട്രങ്ങൾ വൻശക്തിയായി നിൽക്കുന്നു. രണ്ടാമത്തെ രാഷ്ട്രമാ സോവിയറ്റ് യൂണിയൻ, USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. ഈ സോവിയറ്റ് യൂണിയനാ ഇന്നത്തെ റഷ്യ. നേരത്തെ ഇത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പൊട്ടിപ്പിളർന്നു. 1991
87 അവിടെ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചത് മീക്കായൽ ഗർബച്ചോവ്. അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യയെ 15 വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, അത് കഴിഞ്ഞിട്ട് ബലാറസ്, അത് കഴിഞ്ഞിട്ട് ക്രിമിയ, അത് കഴിഞ്ഞ് ജോർജിയ, അത് കഴിഞ്ഞ് അർമീനിയ. ഇതെല്ലാം ഇതിൽ നിന്ന് പോയതാ റഷ്യന്ന്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് MBBS പഠിക്കാൻ പോകുന്ന ഇതെല്ലാം ഈ റഷ്യന്ന് വെട്ടിമുറിച്ച സ്ഥലം. അതിൽ 6 എണ്ണം റഷ്യയുടെ അടുത്ത് കിടപ്പുണ്ട്. നെയ്യാറ്റിൻകരയോട് ചേർന്ന് 6 സ്ഥലം കിടക്കും. ഓലത്താനി കിടക്കും, ഉദിയംകുളങ്ങര കിടക്കും, തൊഴിക്കൽ കിടക്കും, ആറാലുമൂട് കിടക്കും, ബാലരാമപുരം കിടക്കുന്ന പോലെ റഷ്യയോട് ചേർന്ന് 6 സ്ഥലമുണ്ട്. അതിലൊന്ന് താജിക്കിസ്ഥാൻ, 2 കിർഗിസ്ഥാൻ, 3 കസാക്കിസ്ഥാൻ, 4 തുർക്ക്മെനിസ്ഥാൻ, 5 അസർബൈജാൻ, 6 ഉക്രൈൻ. ഈ ഉക്രൈൻ്റെ മണ്ടയ്ക്ക റഷ്യ അടിക്കുന്നത്. എന്തിന് റഷ്യ ഉക്രൈൻ അടിക്കുന്നു? ഇനിയുള്ള കാര്യം കേൾക്കണം. രാഷ്ട്രീയക്കാർക്കും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രസംഗിക്കുന്ന ഒരു ഉപദേശി ഇത് പ്രസംഗിക്കത്തുമില്ല. എന്താ കാര്യം എന്നറിയോ? റഷ്യ ഉക്രൈനെ അടിക്കാൻ കാര്യം. ഉക്രൈനിൽ 2013 ഒരു ഭരണാധികാരി വന്നു. അവൻ്റെ പേരാ സെലൻസ്കി, വ്ളാഡിമർ സെലൻസ്കി. 2ാം ലോക മഹായുദ്ധത്തിൽ ചിതറപ്പെട്ട യഹൂദ സ്ത്രീയിൽ നിന്ന് പിറന്നവനാ ഈ സെലൻസ്കി. അവനൊരു യഹൂദന. ഇനിയുള്ള കാര്യം, ഈ യഹൂദനായ സെലൻസ്കിക്ക് ആരോടാ ഇഷ്ടം? അമേരിക്കയോടാ ഇഷ്ടം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ, ക്രിസ്റ്റഫർ കൊളംബസ് ആരാ? യഹൂദൻ. അങ്ങനെയെങ്കിൽ അമേരിക്കയോട് ഇഷ്ടം. അവൻ വന്നപ്പോൾ എന്തോ ചെയ്തു? ആദ്യം 2013 ഒരു കത്ത് കൊടുത്തു, ഞങ്ങളെ നാറ്റോയിൽ ചേർക്കണം, അമേരിക്കയെ ചേർക്കണം. അപ്പോൾ അമേരിക്കക്കാർ പറഞ്ഞു പറ്റത്തില്ല, ഒരു കരാറുണ്ട്. ഈ TV ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും ഒരുത്തനും ഇതറിയത്തില്ല. 1970 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി റഷ്യയായിട്ടൊരു കരാർ ഒപ്പുവെച്ചു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലങ്ങളെയും ഞങ്ങളുടെ സഖ്യത്തിൽ ചേർക്കത്തില്ല. ആ കരാർ കണ്ടിട്ട് അന്ന് ബരാക് ഒബാമ പറഞ്ഞു ഞങ്ങൾ ഇതിനെ ചേർക്കത്തില്ല. അത് കഴിഞ്ഞ് ഈ സെലൻസ്കി വീണ്ടും എന്തോ ചെയ്തു? 2ാമതും കത്ത് കൊടുത്തു. ആരുടെ കൊടുത്തു? വായാടി ട്രംപിൻ്റെ കത്ത് കൊടുത്തു. ട്രംപ് പറഞ്ഞു പറ്റത്തില്ല. അപ്പോഴേ പുട്ടിന് പിടികിട്ടി. എന്താ പുട്ടിന് പിടികിട്ടിയെന്നറിയാമോ? ഏതെങ്കിലും കാരണവശാൽ ഇവൻ മതിൽ ചാടും. അപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് നമുക്ക് 10-ാം കല്ലിപ്പം പാലം പിടിക്കുന്ന അന്നേ പിടിച്ചു. ക്രിമിയ അത് പിടിച്ചപ്പോഴേ ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചു തുടങ്ങി ഇവൻ ഉക്രൈൻ അടിക്കുമെന്ന്. അത് ബൈബിളും രാഷ്ട്രീയവും പഠിക്കുന്നവർക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഈ കോവിഡ് കാലം 2021 ഈ സെലൻസ്കി 2 പേർക്ക് കത്ത് കൊടുത്തു. അമേരിക്ക ചേർക്കത്തില്ല, യൂറോപ്യൻ യൂണിയന് കത്ത് കൊടുത്തു. നിങ്ങളെ ഞങ്ങളുടെ കൂടെ കൂട്ടണം. ഇവിടെ ഇരിക്കുന്നത് ഈ പുട്ടിന ഏത് സമയത്തും അടി കിട്ടും. അതുകൊണ്ട് അമേരിക്ക യൂറോപ്പും പറഞ്ഞില്ല, ചേർക്കത്തില്ല. അപ്പോൾ ഉക്രൈന് പിടികിട്ടി, ഇവൻ്റെ അടി വരും. റഷ്യയുടെ അടിക്കാനുള്ള കാര്യം, റഷ്യ ഉക്രൈനെ അടിക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും നിർണായകമായ കാര്യം, ഈ ഉക്രൈനെ ഈ നാറ്റോ സഖ്യത്തിലെടുത്താലോ യൂറോപ്പിനകത്തെടുത്താലോ നമ്മളൊരു പ്ലോട്ട് നെയ്യാറ്റിൻകര മേടിച്ചാൽ ഒരു കെട്ടിടം പണിയുന്നത് പോലെ എന്തോ ചെയ്യുമെന്നറിയാമോ? അമേരിക്കയുടെ കയ്യിലായാൽ ആദ്യം ഒരു എയർപോർട്ട് കൊണ്ടങ്ങ് പണിയും. എയർപോർട്ട് പണിഞ്ഞാൽ പിന്നെ റഷ്യയുടെ കാര്യം കട്ടപ്പുകയല്ലേ. ഒരു റഡാർ വെച്ച് കഴിഞ്ഞാൽ റഷ്യയിലെ സകല കാര്യങ്ങളും ഈ അമേരിക്കക്കാരെ ഊറ്റിയെടുക്കും. സന്തോഷമില്ലല്ലോ. എന്നാൽ ചൈനയുടെ ഒരു കപ്പൽ ശ്രീലങ്കയിലെ കമ്പൻതോട്ട തുറമുഖത്ത് വന്നു. അത് പണിഞ്ഞത് ചൈനക്കാരാ. അപ്പം അത് വന്നപ്പം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ്. അദ്ദേഹം ചൈനക്കാരനോട് പറഞ്ഞ് കപ്പലിനെ ഇവിടെ കയറ്റരുത്. അദ്ദേഹം ഇന്നാൾ കഴക്കൂട്ടത്ത് വന്ന് പാലത്തെ കയറി ഹല്ലേലൂയ പറഞ്ഞു. പത്രം വായിച്ചൊരു വല്ലവരും ഉണ്ടോ? അപ്പം നമ്മുടെ കടകംപള്ളി, ആനാവൂരും എല്ലാവരും കൂടെ നെഞ്ചത്ത് കൈവച്ച്. എന്താ അതിൻ്റെ കാര്യമെന്നറിയോ? ശശി തരൂറിനെതിരെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നത് ഇന്നത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ്. അത് കണ്ടിട്ട് ആ കഴക്കൂട്ടം പാലത്തിനകത്ത് ഹല്ലേലൂയ പാടിയത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇതറിയത്തില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പാലോ തോടോ എന്തെങ്കിലും അടിച്ചു മാറ്റുക. സന്തോഷമില്ലല്ലോ. ഇതിൻ്റെ പേരാ രാഷ്ട്രീയം. അല്ലാതെ S. ജയശങ്കർ വന്ന് കഴക്കൂട്ടം പാലത്തെ കയറി കൈയാണിക്കുന്ന എന്തിനാ? തിരുവനന്തപുരം കസ്റ്റഡിയിലാക്കാനാ. ഇനിയും വരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ജയശങ്കർ ചൈനയോട് ശ്രീലങ്കയോട് പറഞ്ഞ് കപ്പലിനെ വിടരുത്. കപ്പൽ വിട്ടാൽ തിരുവനന്തപുരം വിമാനത്താവളം, ബ്രഹ്മോസ് പ്ലാന്റ്, പാങ്ങോട് മിലിറ്ററി കേന്ദ്രം, കൂടംകുളം ആണവനില്, ശ്രീഹരിക്കോട്ട, ഇതിൻ്റെ മുഴുവൻ സാധനവും 5G ഇന്റർനെറ്റ് വഴി വലിക്കും. സ്തോത്രം. എന്നിട്ടും കപ്പൽ കൊണ്ടുവന്നു. അപ്പം ഇന്ത്യക്കാരെന്തോ
ഒരു പടി കൂടെ അങ്ങ് ചെയ്ത് എമിസാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ആകാശത്തിൽ നിന്ന് ശ്രീലങ്കയുടെ മണ്ടയിലോട്ട് വിട്ടു, മൊത്തം ജാം ചെയ്തു. സന്തോഷമില്ലല്ലോ? നമ്മുടെ മൊബൈൽ ബ്ലോക്ക് ആകുന്നത് പോലെ ചൈനയുടെ കപ്പലിന്റെ സിഗ്നൽ ബ്ലോക്കായി, അവൻ വണ്ടി കയറി. ഇതൊക്കെ പത്രം വായിക്കണം, അല്ലാതെ സ്വർണം കടത്തിയത് വായിക്കാതെ ഇതൊക്കെ വായിക്കണം. രാഷ്ട്രങ്ങളുടെ നയതന്ത്ര ബന്ധം, നമുക്കിതെല്ലാം വായിക്കാൻ പറ്റൂ. നമ്മൾ ഞാൻ എവിടെയോ കൺവെൻഷന് പകുതി ആളേ ഉള്ളൂ. എൻ്റെ പൊന്ന് ശ്രീ പ്രാശ്ര, ഞാൻ അവിടുത്തെ അവരോട് ചോദിച്ചു, ഈ ആൾക്കാരെല്ലാം അവിടെ പോയി അയ്യോ ചാനൽ കാണാതിരിക്കുക, സ്വപ്നയുടെ അടി നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നു. സ്വോത്രം. ഞാൻ പറഞ്ഞു ഒരു പുല്ലും നടക്കത്തില്ല, നിങ്ങൾ ഇന്ന് കട്ടൻ കാപ്പി കുടിക്കത്തേ ഉള്ളൂ. സ്വോത്രം. ഇത് എത്രയോ നാൾ മുമ്പ് ഞാൻ പറഞ്ഞു, ഇവിടെ സ്വപ്നെ ശിവശങ്കരനും ഒക്കെ അടിയാൽ ഒന്നും നടക്കത്തില്ല. സ്വോത്രം. ഇത് കേരളമാണ്. പണം കൊടുത്താൽ ഇവരെല്ലാം ഒന്നാ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കണ്ട നിങ്ങൾ പെരുപിടിയ. അടുത്തവൻ്റെ കാര്യം പുറകെ പറയാം. സ്വോത്രം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഈ ഉക്രൈനകത്തൊരു ഉക്രൈൻ എയർപോർട്ട് വന്നാൽ അമേരിക്ക കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ആര് പറഞ്ഞ് റഷ്യ യവനെ അടിച്ച് കയ്യിലാക്കാൻ പോയത്. പിന്നെ 3 കാര്യം കൂടെ നമ്മുടെ മലയാളികൾ മനസ്സിലാക്കണം. ഉക്രൈനകത്ത് 3 കാര്യമുണ്ട്. എന്താ? ഒന്നാമത്തെ കാര്യം, നല്ല വെള്ളം കിട്ടുന്ന ഒരു നദിയുണ്ട്. അതിൻ്റെ പേര് നിപ്പർ നദി. നമ്മുടെ കുപ്പിവെള്ളത്തെക്കാളും നല്ല വെള്ളം ലോകത്തിൽ കിട്ടുന്ന നിപ്പർ നദി. രണ്ടാമത്തെ വിഷയം ഏറ്റാന്നറിയാമോ? വീണ്ടും അടുത്തത് ഏറ്റവും നല്ല വിഷയമാണ്. അവിടെ ഉക്രൈന രണ്ടാമത്തെ ഗോതമ്പ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. അതുകൊണ്ട് റഷ്യ ഉക്രൈൻ അടി തുടങ്ങിയപ്പോൾ മോഡി സാറ് പറഞ്ഞ് ഗോതമ്പ് കയറ്റുമതി നിർത്തി. കരമുയരുന്നില്ലല്ലോ. പെന്തിക്കോസാർക്ക് സന്തോഷമില്ല. ഇപ്പൊ നീല കാർഡിനും വെള്ളക്കാർഡിനും ഗോതമ്പുണ്ടോ ചേച്ചി? ഇല്ലല്ലോ. സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കണം. റഷ്യ ഉക്രൈൻ തുടങ്ങിയപ്പോഴാ പഞ്ചസാരയും നിർത്തി. തീർന്നില്ല. 3, റഷ്യയുടെ അതിർത്തിയായ ഉക്രൈനിൽ ഒരു ആണവ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ പേര് സഫ്രോഷ്യ ആണവ നിലയം. ഇത് 3 കിട്ടിയാൽ പിന്നെ റഷ്യക്ക് സന്തോഷമില്ലയോ? സ്വോത്രം. 1 വെള്ളത്തിന് നദി, 2 ഗോതമ്പ്, 3 ആണവ നിലയം. ഇതിന് വേണ്ടിയാണ് ഈ റഷ്യ ഉക്രൈനെ അടിക്കുന്നത്. അല്ലാതെ ഇതറിയാതെ രാഷ്ട്രീയക്കാരും കവലക്കാരും ഒക്കെ ഇരുന്ന് അടി നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. സ്വോത്രം. ഇതെവിടെ ചെന്ന് വരുന്നെന്നറിയത്തില്ല. ഇതാ ഈറ്റുനോവിൻ്റെ ആരംഭം. തീർന്നില്ല. അടി ഇപ്പോഴെങ്കിലും അവസാനിച്ചോ? അവസാനിച്ചില്ല. യവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. തിരിച്ച് ഇന്ന് 8 മാസമായി ചക്ക കുഴയുന്നത് പോലെ ആര് കുഴഞ്ഞുകൊണ്ടിരിക്കുക? റഷ്യ ഉക്രൈനിൽ റഷ്യ കുഴഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പരിണത ഫലം എന്താകും? മുൻപോട്ട് നാം ചിന്തിക്കുമ്പോൾ ആ ഭാഗം ഞാൻ അവിടെ ഒന്ന് ചവിട്ടി നിർത്തിയേക്കോ. ഇത് അവസാനം വീണ്ടും കൊണ്ടുവരാൻ പോവുക. ഇനി അടുത്തടി നിങ്ങൾ കാണാൻ പോകുന്നത് ചൈന തൈവാനെ ആക്രമിക്കും. അങ്ങനെ വല്ലതും വായിച്ചായിരുന്നോ? ചൈന തൈവാനെ ആക്രമിക്കും. ബൈബിൾ അത്ര ക്ലിയറാ. യേശു പറഞ്ഞു യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ട് വരുന്നത്. ചൈന എന്തിനാ തൈവാനെ ആക്രമിക്കുന്നത്? 50 വർഷം പാട്ടത്തിന് ചൈനയിൽ നിന്ന് പോയൊരു സ്ഥലമാണ് തൈവാൻ. കേരളത്തിനേക്കാളും കുറവാ. 2.5 കോടി ജനമേ ഉള്ളൂ. പക്ഷേ ചൈന തൈവാനെ ആക്രമിച്ചാൽ ലോകം 20 വർഷം പുറകോട്ട് പോകും. ഈ നിങ്ങളുടെ മൊബൈലിൽ ഇടുന്ന സിം കാർഡ് BSNL ഐഡിയ അല്ല തരുന്നത്, അത് തൈവാൻ്റെയാ. നിങ്ങളുടെ ATM കാർഡിനകത്തുള്ള മൈക്രോ ചിപ്പ് അത് തൈവാൻ്റെയാ. കാറിൻ്റെ ഇൻറ്റീരിയർ വരുന്ന മൈക്രോ ചിപ്പ്, കമ്പ്യൂട്ടറിനകത്ത് സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുന്ന മൈക്രോ ചിപ്പ്, ഇതെല്ലാം തൈവാൻ്റെയാ. ഈ തൈവാനെ അടിച്ചാൽ 20 വർഷം ലോകം പുറകോട്ട് പോകും. അത് കണ്ടിട്ടാ അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡന്റെ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തൈവാനി വന്നിട്ട് പറഞ്ഞ്, ചൈന അടിച്ച ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും. നേരത്തെ അമേരിക്കയുടെ നേതാക്കൾ, അതാ നാൻസി പെലോ, അത് കഴിഞ്ഞിട്ട് മൈക്കൽ പോംപെ, അവരെല്ലാം സ്വന്തം വിമാനം എടുത്ത് തൈവാനി വന്നിട്ട് പറഞ്ഞു കൂടെ നിൽക്കും. ചൈനയ്ക്കിപ്പോൾ പേടി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. കോവിഡിന് ശേഷം. അപ്പോൾ ഇന്ന് വേറൊരുവൻ ആരെ അടിക്കാൻ നിൽക്കുന്നു? ഇറാൻ ആരെ അടിക്കാൻ തയ്യാറായി നിൽക്കുന്നു? ഇസ്രയേലിനെ അടിക്കുവാൻ ഇറാൻ തയ്യാറായി നിൽക്കുന്നു. ദാണ്ട് ഇത് ഓൺലൈനിൽ മീഡിയയായി പോകുന്നുണ്ട്, കാണിച്ചേക്കാം. 1/2 മണിക്കൂർ കൊണ്ട് ഇസ്രയേലിനെ തീർക്കും ഇറാൻ. ദാ കിടക്കുന്നു. വെറുതെ ഒന്നുമല്ല, 1/2 മണിക്കൂർ കൊണ്ട് ഇസ്രയേലിനെ ഞങ്ങൾ തീർക്കുമെന്ന്. 1500 കിലോമീറ്ററേ ഉള്ളു. അപ്പോൾ ഇനി അടിയെ തുടങ്ങാൻ പോകുന്നേരം ഇറാൻ അടിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ ആരെ അടിക്കുമെന്നറിയുമോ? ഇറാനെ അടിക്കും. സന്തോഷമില്ലല്ലോ? ഇപ്പൊ ബൈബിൾ പ്രവചനം ശ്രദ്ധിയാൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. തീർന്നില്ല. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ ഇറാൻ ഭയങ്കര ബുദ്ധിമാന്മാരാ. 4 യുദ്ധവിമാനങ്ങൾ എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? സിറിയയിൽ കൊണ്ടിട്ട് പറ്റുമെങ്കിൽ ഇസ്രയേലിനോട് അടി കൊടുക്കാൻ. അങ്ങനെയെങ്കിൽ ഇനി ആരാക്രമിക്കും? ഇസ്രയേൽ സിറിയയെ ആക്രമിക്കും.
ബൈബിളിനകത്തുണ്ടോ? ഇസ്രയേൽ സിറിയ ആക്രമിക്കും. വായിക്കാം യെശയ്യാ പ്രവചനം. ഇനി ബൈബിൾ എടുത്തോണം. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 17-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്, അതിന്റെയാണ് ബൈബിളിൽ ദമ്മശേക്ക്. ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവചനം വായിക്കാം. ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഒരു പട്ടണമാകാതിരിക്കാൻ തക്കവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അടുത്തത് അത് ശൂന്യ കൂമ്പാരമായി തീരും. സിറിയയെ പച്ചക്ക് ഇസ്രയേൽ അടിക്കും. സ്വോത്രം. ഇസ്രയേൽ സിറിയ അടിച്ചാൽ അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ആർക്ക് നേരെ വരും? ഇസ്രയേലിന് നേരെ വരും. ആരാവര്? ഏശാവിന്റെ മക്കളാ. 21 രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന ജെറുസലേമിനെ ആക്രമിക്കുവാൻ ആര് വരും? ഇസ്രയേൽ വരും. ഇനി നമുക്ക് റഷ്യ ഉക്രൈനിലേക്ക് തിരിച്ചു വരാം. ഞാൻ തുടങ്ങി, നിങ്ങൾ പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. അല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കേൾക്കരുത്. 1 റൂസോ ജപ്പാൻ, 2 ഒന്നാം ലോകം, 3 രണ്ടാം ലോകം, 4 57 ഇസ്രയേലിനെ ആക്രമിച്ചു, 67 അറബ് ഇസ്രയേൽ വാർ, 70-80 ഇറാൻ ഇറാഖ്, 90 കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചു. കോവിഡിൽ 2022 ഫെബ്രുവരി 24-ാം തീയതി റഷ്യ ഉക്രൈന്റെ മണ്ടക്കിട്ട് അടിക്കുന്നു. യേശു പറഞ്ഞ പ്രവചനം യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ ചൈന തൈവാനെ ആക്രമിക്കും. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ സിറിയയുടെ മണ്ടയ്ക്ക് ഇസ്രയേൽ അടിക്കും. ഈ അടി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഈറ്റുനോവിന്റെ ഇതിൽ തന്നെ ഇറാന്റെ മണ്ടയ്ക്ക് ആരടിക്കും? ഇസ്രയേൽ അടിക്കും. അതിനാസ്പദമായി ഇപ്പോ ഒരു ഉച്ചകോടി നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉച്ചകോടിയാ ഷാങ്ഹായ് ഉസ്ബെക്കിസ്ഥാനിൽ. ഈ അടുത്ത ദിവസങ്ങളിൽ മോഡി സാർ അതിന്റെ തലവൻ അവിടെ 4 നേതാക്കൾ പ്രൈസ് തലോട് കൊടുത്തു. 1 ചൈന, 2 റഷ്യ, 3 ഇറാന്റെ പ്രധാനമന്ത്രി, അത് കഴിഞ്ഞ് 4 തുർക്കിയിലെ തൊയ്ബ് എർദോഗൻ. അവര് പറഞ്ഞു നമുക്കൊരുമിച്ച് നീങ്ങാം, ലോകം 2 ചേരിൽ. എത്ര ക്ലിയർ ബൈബിൾ! അങ്ങനെയെങ്കിൽ ഈ റഷ്യ എന്തുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കും? പറയാം. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇന്ന് ഈ ഈ ഈ ഈ ഉക്രൈന് എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ആരാന്നറിയാമോ? 1 ഇസ്രായേൽ, 2 യൂറോപ്പ്, 3 അമേരിക്ക. നിങ്ങളോട് ഞാൻ നേരിട്ട് പറയാം, ഈ റഷ്യക്ക് എന്നേ ഈ ഉക്രൈനെ അടിച്ച് തകർക്കാമായിരുന്നു. പക്ഷെ നടക്കത്തില്ല. കാര്യം എന്താ? റഷ്യ എന്നൊരു മിസൈൽ ഉക്രൈന്റെ മണ്ടയിലോട്ട് കയറുമ്പോൾ ഇസ്രായേൽ ഇൻഫർമേഷൻ കൊടുക്കും, ദാ വരുന്നുണ്ട്, അവനെ തീർത്തോളാൻ. അതുകൊണ്ട് ഇന്നത്തെ വാർത്ത പുട്ടിൻ പറയുന്നു നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കാം. ചക്ക കൊടിഞ്ഞോലെ കൊടിഞ്ഞില്ലയോ? നെയ്യാറ്റിൻകര കോടതിയുടെ കണക്ക് യവന്മാരുടെ 4 പേരുടെ സാറ്റലൈറ്റ് ഉക്രൈന് വിവരം കൊടുക്കുന്നുണ്ട്. 1 യൂറോപ്പ്, 2 അമേരിക്ക, 3 ഓസ്ട്രേലിയ, 4 ഇസ്രായേൽ. പാല്, വെള്ളം, മരുന്ന്, ഇതെല്ലാം യവന്മാരെ വിമാന കൊണ്ട് ചെന്ന് ഇറക്കി കൊടുക്കുന്നത്. റഷ്യക്ക് അവനെ തൊടാൻ പറ്റത്തില്ല. അപ്പൊ റഷ്യ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്ന കാര്യം എന്നറിയാമോ? എന്താ പറയുന്നത്? റഷ്യ പറയുന്നത് ഇസ്രയേൽ സ്വാതന്ത്ര്യമായപ്പോൾ കുറച്ച് സ്ഥലം അവരുടെ അവിടെ കിടപ്പുണ്ട്. റഷ്യയുടെ സ്ഥലം ഇസ്രയേലുണ്ട്. അതുപോലെ അർമേനിയൻ ഓർത്തഡോക്സ് പള്ളി ആരെയാണെന്നറിയാമോ? റഷ്യയുടെ. ഇതെല്ലാം തരണമെന്ന്. നെയ്യാറ്റിൻകര വ്ളാത്താങ്കരയെന്ന് പുരയുടെ എഴുതി വിറ്റ് സുൽത്താൻ ബത്തേരി പോയ തോമാച്ചായൻ്റെ മക്കൾ 50 വർഷം കഴിഞ്ഞിട്ട് പഴയ പേപ്പറുമായിട്ട് ഞങ്ങളുടെ പുരയുടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കൊടുക്കൂ? കരമുയരുന്നില്ലല്ലോ. അപ്പോഴേ നമ്മൾ ഗുണ്ടുകാട് സാബുവിനെയും ടീമിനെയും വിളിക്കത്തില്ലേ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുപോലെ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് റഷ്യ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പഴയ സ്ഥലങ്ങൾ തരണം, യഹൂദൻ കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യയുടെ പ്രശ്നം എന്തുവാ? സാമ്പത്തിക മാന്ദ്യം. കരമുയരുന്നില്ലല്ലോ. അതുകൊണ്ടാ ഇന്നാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സാർജി ലാവ്റോവ് വന്ന് IT കമ്പനികൾ പൂട്ടി, ഗോതമ്പിന്റെ കയറ്റുമതി തീർന്നു, യൂറോപ്പിലേക്കുള്ള പാചകവാതക കയറ്റുമതി തീർന്നു, ബാങ്കിന്റെ സ്വിഫ്റ്റ് കോഡ് റഷ്യയുടെ കോഡ് തീർത്ത് കളഞ്ഞു വെസ്റ്റേൺ യൂണിയൻ. ഇപ്പം അവ ആകെ കടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. എന്തിനു വേണ്ടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും? ശ്രദ്ധയോടെ ഇരിക്കണം. അതിനകത്ത് മോളെ ഒരു വാക്യം ഒന്ന് എടുത്താട്ടെ, ഞാൻ പറയുമ്പോൾ വായിക്കണം. എസെക്കിയേൽ 39:1-2 അവിടെ എടുത്തോണം. ഞാനത് എഴുതാൻ മറന്നുപോയതുകൊണ്ട്. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക. എന്തിനു വേണ്ടിയാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത്? 4 കാര്യമാണ് ഇസ്രയേലിലുള്ളത്. 1, ഇസ്രയേലിന്റെ വടക്കേ അറ്റമായ ഈജിപ്തിനോട് ചേർന്നൊരു സ്ഥലമുണ്ട്. അതിന്റെ പേര് ഹൈഫ. ഹൈഫയിൽ ഇഷ്ടം പോലെ എണ്ണ കിടപ്പുണ്ട്, തീർന്നില്ല. 2,
ഇസ്രയേലിനകത്ത് ഗ്യാസിന്റെ ഇഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട്, അത് ഇസ്രയേൽ തൊട്ടിട്ടില്ല. 3, ഏറ്റവും നിർണായകമായി ലോത്തിന്റെ കാലത്തിറങ്ങിയ തീ ഇറങ്ങിയ ഒരു കടലുണ്ട്, ചാവുകടൽ. അതിനകത്ത് 4-5 ധാതുലവണങ്ങളുണ്ട്. ആ ധാതുലവണങ്ങളാ തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം, പ്രൊട്ടറ്റീനി. ഇത് കിട്ടിയാൽ സപ്രോഷ്യ ആണവലയം, ചൊർണോബെല്ലാം കറക്കാൻ ധാതുലവണം അത് റെഡി. 4-മത്തെ കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും മെഡിസിനും മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമായി ഇസ്രയേൽ. ഇതിനെ കിട്ടിയ റഷ്യക്ക് സന്തോഷമായിരിക്കും? സന്തോഷമില്ലല്ലോ. അമ്പൂരി നമുക്ക് 10 ഏക്കർ തോട്ടം കിട്ടിയ എന്തൊരു നല്ലതാ. റബ്ബറിന് വിലയുള്ളപ്പോൾ 240 വിട്ടുകൂടെ? സന്തോഷമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് സാമ്പത്തിക മണ്ഡലം തകരാൻ പോകുന്ന റഷ്യ ആരെ ആക്രമിക്കും? അറബ് ലീഗിന്റെ പിന്തുണയോടുകൂടി ഇസ്രയേലിനെ ആക്രമിക്കും. അതാ അന്തിമ യുദ്ധം. ബൈബിളിനകത്തുണ്ടോ? കുഞ്ഞു വായിച്ചാട്ടെ. എസെക്കിയേൽ 39:1-2 വാക്യം. എസെക്കിയേൽ 39:1-2 വാക്യം. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗാര ഇന്നത്തെ റഷ്യ. ഗോഗ് എന്ന് പറയുന്ന ഉൽപ്പത്തി 10 വരുമ്പോൾ നോഹയുടെ കൊച്ചുമക്കളുടെ പേരാ. കനാൻ ശപിക്കപ്പെട്ടവൻ. നോഹയുടെ കുഞ്ഞുങ്ങളുടെ പേരാ. നോഹയുടെ ഒരു സന്തതിയുണ്ട്, യാഫയത്ത്. യാഫയത്തിന്റെ മക്കളാ ഗോഗ്, മാഗോഗ, താദായി, തൂബാൽ, യാബാൽ. എമ്മാരെല്ലാം നോഹയുടെ മക്കളാ. ലോകരാഷ്ട്രങ്ങൾ. പ്രസംഗിക്കാൻ സമയമില്ല. അടുത്ത വാക്ക് വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. അവിടെ നിർത്തിയാട്ട് മോള്. രോഷ് എന്ന് പറഞ്ഞ റഷ്യ, മേശക് എന്ന് പറയുന്ന മോസ്കോ, ട്രൂബൽ ടുബാസ്കോ. പണ്ടത്തെ ട്രിവാൻഡ്രം തിരുവനന്തപുരമായി, ചെന്നൈ മദ്രാസ് ചെന്നൈയായി, ബാംഗ്ലൂർ ബംഗളൂരുവായി. അതായി റഷ്യ. രോസ്, മോസ്കോ, മേസക്, ടുബാസ്കോ, ട്രൂബൽ. അതായിരുന്ന സൈബീരിയയുടെ തലസ്ഥാനം. ഈ 3 പട്ടണത്തിന്റെ പ്രഭുവായ റഷ്യയെ. അടുത്ത വാക്ക്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇപ്പൊ റഷ്യക്ക് ലോകരാജ്യങ്ങൾ മുഴുവൻ വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, നിന്നിൽ വഴിതെറ്റിച്ച്, നിന്നിൽ 6-1 ശേഷിപ്പിച്ച്, നിന്റെ ചുറ്റുമുള്ള നിന്റെ കൂട്ടത്തിൽ 6ആയിട്ട് ഞാൻ വെട്ടും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഈ റഷ്യ 6ആയി വെട്ടിമുറിക്കുമെന്ന് സഖാവ് EMS അറിയായിരുന്നോ? AKGക്ക് അറിയായിരുന്നോ? ശ്രീ പിണറായി വിജയൻ അറിയായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ കാലത്തിന്റെ അവനിയക്കത്ത് മാറ്റപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അറിയാമോ? VS അച്യുതാനന്ദൻ അറിയാമോ? ഞങ്ങളുടെ അധ്യാപകനായിരുന്ന സഖാവ് MA ബേബിക്ക് അറിയാമോ? ഇവർക്കാർക്കും അറിയത്തില്ല ഈ റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് 2500 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേലിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, റഷ്യ 6ആയി വെട്ടിമുറിക്കപ്പെടും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തിരിക്കുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഈ റഷ്യ ഉക്രൈൻ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നല്ലോ, ഈറ്റ് നോവിന്റെ ആരംഭം. അടുത്ത വാക്യം വായിച്ചാട്ടെ മോളെ, ക്ലിയർ വായിച്ചാട്ടെ. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്. വടക്കേ അറ്റമാ സൈബീരിയ. പഠിച്ചോണ്ടേ പോകാവൂ. ഞാൻ സ്പീഡിൽ പാത്ത അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഈ രീതി പോലെ സൈബീരിയയിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. വടക്കേ അറ്റത്ത് നിന്ന് സൈബീരിയയിൽ നിന്ന് നേരെ വരുന്നത് ഗോലാനിൽ അസിറിയ. അവിടെ നിന്ന് ഇസ്രായേൽ പർവ്വത നിരകളിലെത്തും. റഷ്യ ഉക്രൈൻ ഇവിടെ തീരുന്നില്ല. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. കരമുയരുന്നില്ലല്ലോ. ഇതിന്റെ അവസാന അടി കാണാൻ പോകുന്നത് എവിടെയാണെന്നറിയാമോ? ഇസ്രയേലിന്റെ മണ്ണിൽ. ആ യുദ്ധം എപ്പോ നടക്കും? ഈ കോവിഡ് ആരംഭിക്കുമ്പോൾ ഈറ്റുനോവിന്റെ ആരംഭം. ഇനി വചനം. ഈ കോവിഡിൽ 1.5 കോടി ലോകത്തിൽ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ 11, ബ്രസീലിൽ 10, ഇന്ത്യയിൽ 9, 72,000 കേരളത്തിൽ. ഇപ്പൊ ഈ സമയത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട്. യഹൂദൻ മടങ്ങി വരുന്നു കോവിഡിൽ. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. ഈ നെയ്യാറ്റിൻകരക്കാലും എൻ്റെ സുഹൃത്തുക്കൾ എത്രയോ പേര് അമേരിക്ക എന്ന സ്തോത്രം. എല്ലാവരും വെളുപ്പിന് 4:30 വിളിയ. പലപ്പോഴും കടന്നിറങ്ങും, പാസ്റ്റേ എവിടാകും എന്നാൽ ചായ മേടിക്കാൻ 1 രൂപ അയച്ചു തരുമോ? ഒറ്റ എണ്ണത്തിന് ഉറക്കമില്ല ഈ പ്രശ്നം കാണുമ്പോൾ. സ്തോത്രം. ഇന്നാളൊരു അമേരിക്കക്കാരൻ പറഞ്ഞു, പാസ്റ്ററിനെ ഞങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പാസ്റ്ററിന് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഈ സ്റ്റാൻഡേർഡ് കർത്താവ് തന്നത്. അപ്പോൾ പറയാം, എനിക്ക് കോട്ടില്ല, സൂട്ടില്ലെന്ന്. സ്തോത്രം. അല്ലേ തന്നെ നെഞ്ചുവേദന എടുത്ത് ഇവിടെ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് കോട്ട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ
പിന്നെ എൻ്റെ ഗതി എന്തോ അതോ ഗതി ആവത്തില്ല. സ്വോത്രം. ഞങ്ങളൊക്കെ എളിമയുള്ള സുവിശേഷകര. 450 രൂപയുടെ പാൻറ്റും 350 രൂപയുടെ ഉടുപ്പും ഇത് മതി മക്കളെ. സ്വോത്രം. കോട്ടില്ലേലും വേണ്ട, സൂട്ടില്ലേലും വേണ്ട, അമേരിക്കക്കാരൻ്റെ ഡോളറും വേണ്ട. ഞങ്ങളുടെയൊക്കെ അന്തിമ ആഗ്രഹം ആ നിത്യ വീട്ടിലെത്തിയാ മതി. സ്വോത്രം. അതുകൊണ്ടാ പറയും സ്വോത്രം. അതുകൊണ്ടല്ലേ ചില ഉപദേശിമാർ നെയ്യാറ്റിൻകര വിളിക്കുമ്പോൾ പറയത്തില്ല ഞങ്ങൾക്ക് സമയമല്ല, കള്ളന്മാർ വരാത്തയാ. സ്വോത്രം. അതിൻ്റെയൊക്കെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സ്വോത്രം. പാസ്റ്റർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി മനസ്സിലാക്ക് എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ ഒരുത്തന് സ്വസ്ഥതയില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ നിന്ന് 1 ലക്ഷം യഹൂദന്മാർ കോവിഡിൻ്റെ മടവിൽ മടങ്ങി. 2 ഇന്ന് ഇന്ത്യയുടെ വടക്കേറ്റ അരുണാചൽ പ്രദേശ്, മിസോറാം, അവിടെ നിന്ന് 246 പേർ മടങ്ങി. എത്യോപ്യയിൽ നിന്ന് 264 മടങ്ങി. ഇനി കൊച്ചി, മട്ടാഞ്ചേരി 3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ് ലൈഫ് മിഷൻ വീട് കൊടുക്കുന്നത് പോലെ ഇസ്രയേലിനകത്തൊരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേരാണ് ഏലാ താഴ്വര. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ താഴ്വര. അവിടെ എന്താ നടക്കുന്നത്? 1000കണക്കിന് വീടുകൾ പണിയുന്നു. അപ്പൊ കോവിഡ് എന്താ സാധാരണ സംഭവമല്ല. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമാ കോവിഡ്. യഹൂദൻ മടങ്ങുന്നു, ഏലാ താഴ്വര ഒരുങ്ങുന്നു. തീർന്നില്ല. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ഇന്നത്തെ കാവൽ പ്രധാനമന്ത്രിയാ യായിർ ലത്തീഫ്. അത് കഴിഞ്ഞിട്ട് മറ്റേ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിൻഗാമിയായിട്ട് വന്നവൻ ഇപ്പൊ അവിടെ വെറുതെ ഇരിക്കുക, നഫ്താലി ബെനറ്റ്. അവർ രണ്ടുപേരുടെ പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കരമുയർത്തി ഈ തലമുറയിൽ കർത്താവ് വരും. അവർ പറഞ്ഞെന്താ? യഹൂദ സ്ത്രീയിൽ ജനിച്ച ലോകത്തിലെവിടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാം. അന്തിമ യുദ്ധം ബൈബിളിലുണ്ടോ? ഈ തലമുറയിൽ യുദ്ധം നടക്കാൻ പോകുന്നു. എസക്കേൽ പ്രവചനം 36-24 ഇതൊക്കെ പഠിച്ചുകൊണ്ടേ നിങ്ങൾ ഇറങ്ങാവും. ഇനി നാളെ ഇത് സജുജാത്തന്റെ ഒരു പ്രസംഗിക്കുമെന്ന് നിങ്ങൾ നോക്കിയേ വേണ്ട. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച്, അമേരിക്ക, ഇന്ത്യ, നൈജീരിയ, മട്ടാഞ്ചേരി സകല ദേശങ്ങളിൽ നിന്ന് കൂട്ടി സ്വന്തം ദേശത്തേക്ക് വരുത്തും. സ്വന്തം ദേശത്തേക്ക് വരുത്തും. അതായി കോവിഡ്. സ്വോത്രം. സാധാരണ സംഭവമല്ല. 1 ഗ്രാം വൈറസ്. എത്ര ക്ലിയർ. ഇനി കൊച്ചി, മട്ടാഞ്ചേരി 3 ഉള്ളു. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ യഹൂദ സ്ത്രീയിൽ ജനിച്ച ആരോ ആവട്ടെ നിങ്ങൾക്ക് മടങ്ങി വരാം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലോ, ഒരിടത്ത് യഹൂദൻ മടങ്ങി വരുന്നു, കരമുയരുന്നില്ലല്ലോ. മറ്റൊരിടത്ത് ജാതികളുടെ പൂർണ്ണസംഖ്യ. 3 രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടുമ്പോൾ എന്റെ കർത്താവ് മടങ്ങി വരും. സ്വോത്രം. അതല്ലേ കോവിഡ് കാലത്ത് സകല ജാതികൾക്ക് സുവിശേഷം എത്തിയില്ലയോ? പണ്ട് നെയ്യാറ്റിൻകര എല്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? കോവിഡ് വന്നപ്പോൾ WW സൂം മീറ്റിംഗ്. സന്തോഷമില്ലല്ലോ? ചെറുപ്പക്കാരും പറയല്ലോ വിളിക്കരുത് ഞാൻ ഇപ്പൊ സൂമി ഇരിക്കുകയെന്ന്. സ്വോത്രം. ഉടനെ കൊച്ചു പയ്യൻ പറയും ഞാൻ ഇപ്പൊ ഗൂഗിൾ മീറ്റ് ഇരിക്കുവാന്ന്. സ്വോത്രം. അപ്പം പിന്നെ ചിന്നുമോള് പറയും ഞാനിപ്പോ ഫേസാപ്പി ഇരിക്കുവാന്ന്. സന്തോഷമില്ലല്ലോ? ആഫ്രിക്ക തൊട്ട് വടക്കേ ഇന്ത്യ വരെ WW സൂം, WW ഗൂഗിൾ, WW യൂട്യൂബ്, WW ഫേസ്ബുക്ക് എല്ലായിടത്തും പറഞ്ഞില്ലയോ? യേശു രക്ഷകൻ കരമുയരുന്നില്ലല്ലോ. ഈ രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ കർത്താവ് മടങ്ങി വരും. തീർന്നില്ല. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമോ? എന്താ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും? തീർത്തും ആക്രമിച്ചേ മതിയാകൂ. അങ്ങനെയെങ്കിൽ യെരുശലേമിന് നേരെ ലോകരാഷ്ട്രങ്ങൾ വരുമോ? വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാം. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്തിമ യുദ്ധം ജെറുസലേമിനെ വെച്ച സൈന്യങ്ങൾ യെരുശലേമിനെ. സിറിയാക്കാരുടെ മണ്ടയ്ക്ക് ഇസ്രായേൽ അടിച്ചാൽ അന്ന് അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ എഴുന്നേൽക്കും. അവരെന്തോ ചെയ്യും? സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ ശൂന്യകാലം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യഹൂദൻ നിലവിളിക്കുന്ന ഒരു രാത്രി യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത, ബാക്കി പറ, രാത്രി. മിണ്ടുന്നില്ലല്ലോ? സ്വോത്രം. ഇതൊക്കെ കണ്ടോണ്ടാ യേശു പറഞ്ഞു യെരുശലേമേ ഒരു കോഴി തന്റെ കുഞ്ഞിന് ചിറകിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മാറോട് ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു. കരമുയരുന്നില്ലല്ലോ? നിനക്കോ മനസ്സിലായിരുന്നു? ബൈബിൾ പ്രവചനം എത്ര ക്ലിയർ. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്ത് വന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. സ്വോത്രം. സൈന്യങ്ങൾ യെരുശലേമിനെ പറയുമോ? ഈ യഹൂദനാരാ? സെലൻസ്കിയെ വല്ലവരെ തോപ്പിക്കാൻ പറ്റുമോ? യഹൂദനെ വല്ലവർക്കും തോപ്പിക്കാൻ പറ്റുമോ? ഇല്ല. യഹൂദൻ ആരാ?
അവന് ഒരു കുഞ്ഞും തോപ്പിക്കാൻ പറ്റത്തില്ല. പണ്ട് ഒരു യഹൂദന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാമോ? ബൈബിളിനകത്ത് ഒരു പുസ്തകമുണ്ട്, എസ്തേർ. കേട്ട വല്ലവരും ഉണ്ടോ? അങ്ങനെ വായിച്ച വല്ലവരും ഉണ്ടോ? എസ്തേർ എന്ന് പറയുന്ന സ്വോത്രം. അയ്യോ, നെയ്യാറ്റിൻകര ചില ജനറേഷൻകാർ വരും, അവന്മാർ പറയുന്ന പുഷ്പരാജ് ബ്രദറെ പഴയ നിയമം വേണ്ടാന്ന് അങ്ങനെ പറയുന്ന സ്റ്റീവൻ സൺ പാസ്റ്റർ. യവന്മാരെ ഒന്നും ചർച്ചിനകത്ത് കയറ്റിയാക്കരുത്, മിണ്ടുന്നില്ല. സ്വോത്രം കണ്ടില്ലേ? ഇങ്ങനെ കള്ളന്മാർ വരും, നിഴലില്ലേ പൊരുളില്ലല്ലോ. സ്വോത്രം. എസ്തേറിന്റെ പുസ്തകം. ഇന്ത്യ ഹിന്ദു ദേശം എന്ന് ആരാ പറഞ്ഞ? ബൈബിൾ. ഹിന്ദു ദേശം മുതൽ കൂശ് വരെ, ഹിന്ദു ദേശം ഇന്ത്യ, കൂശ് എത്യോപ്യ വരെ, അവിടെ വരെ വാണ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ പേരെന്താ? അഹശ്വേരോശ്. അഹശ്വേരോശിന്റെ രാജാവിന്റെ കൊട്ടാരത്തിൽ നല്ലൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു, ആഗാഗ്യനായ ഹാമാൻ. ഹാമാന്റെ പ്രത്യേകത എന്താ? ഈ കൊട്ടാരത്തിന്റെ വാതക്ക് ഒരുത്തനിപ്പുണ്ട്, മൊർദെഖായി. അവൻ നമ്മുടെ പാസ്റ്റർമാർ പറയുന്നത് എപ്പോഴും ഹല്ലേലൂയ പറയും. ഇത് കേൾക്കുമ്പോൾ ഈ മന്ത്രവാദിക്ക് സൂഹിക്കത്തില്ല, സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതാ അവിടുത്തെ പ്രശ്നം. ആ കൊട്ടാരത്തിനകത്ത് ആരാണെന്നറിയാമോ? ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ, ശൂഷൻ രാജധാനിക്കകത്തിരിക്കുന്ന അഹശ്വേരോശിന്റെ ഭാര്യ ആരാന്നറിയാമോ? അവളുടെ പേര് വസ്തി രാജകുമാരി. വസ്തി രാജകുമാരി ഇങ്ങനെ രാജാവുമായിട്ട് ഇച്ചിരി കശപിശ വരുമ്പോൾ മറ്റൊരുവളെ തെരഞ്ഞെടുക്കുന്നു. ആരാ? മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ. എസ്തേർ കൊട്ടാരത്തിനകത്ത് രാജ്ഞിയാകുന്നു. ആ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. ശ്രദ്ധയോടെ ഇരിക്കണേ, സ്തുതിക്കുന്നവനാരും. ആ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. അന്ന് ഈ രാജാവിനെ വധിക്കുവാൻ രണ്ടുപേര് പദ്ധതി വെച്ചു. ഇന്ദിരാഗാന്ധി അംഗരക്ഷകർ വധിച്ചതുപോലെ ബൈബിൾ അതിന്റെ പേരാ ബിഗ്വാനും തേരശും. അവർ രണ്ടും വധിക്കാൻ പദ്ധതി വെച്ചപ്പോൾ ഈ പാവപ്പെട്ട കൊട്ടാരത്തിന്റെ വാതക്കലിരിക്കുന്ന മൊർദെഖായിക്ക് പിടികിട്ടി. രാജാവിൻ്റെ അടുത്ത് നിന്ന് പ്രത്യേകം പറഞ്ഞ് രാജാവിനെ വധിക്കാൻ പോകുന്നു. അന്ന് ഈ കോവിഡ് ലോക്ക്ഡൗണും ഒക്കെ ആയിരുന്നു. അവരെ വിവരം അറിഞ്ഞ് രാജാവ് കശാപ്പ് ചെയ്ത് ഇൻഫർമേഷൻ കൊടുത്ത ആള് മൊർദെഖായി പെട്ടെന്നൊരു ബുക്കിനകത്ത് എഴുതി വെച്ചു. കാര്യമെല്ലാം മറന്നുപോയി. അങ്ങനെ ഇരുന്നപ്പോൾ യവൻ ഈ ഹല്ലേലൂയ കൊട്ടും പാട്ടും കണ്ടപ്പോൾ ഹാമാൻ ഇത് സഹിക്കുന്നില്ല. ഹാമാൻ ചെന്ന് രാജാവിനോടൊരു കള്ളം പറഞ്ഞു. രാജാവേ, ഈ യഹൂദന്മാർ നീ പറയുന്ന ഒരു കാര്യവും കേൾക്കുന്നില്ല. അവൻ്റെ സീനിയർ ലീഡർ ആ മൊർദെഖായി. യവൻ്റെ നാട്ടുകാരെ മുഴുവൻ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പട്ടണം രക്ഷപ്പെടും. ശൂഷൻ രാജധാനി. ഉർവശി ചെന്ന് ശ്രീനിവാസനോട് തലേണ മന്ത്രം പറഞ്ഞതുപോലെ ആരോട് പറഞ്ഞു? അഹശ്വേരോശിനോട് പറഞ്ഞു. ഉടനെ രാജാവ് വിചാരിച്ച് ശരിയാ. പിറ്റേന്നൊരു കൽപ്പന ഇറങ്ങി, ശൂഷൻ പട്ടണത്തിലുള്ള സകല യഹൂദന്മാരെയും കൊല്ലുവാനുള്ള കൽപ്പന. സന്തോഷമില്ലല്ലോ? കൽപ്പന കേട്ടപ്പോൾ യഹൂദന്മാരെല്ലാം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. സ്വോത്രം. ഇന്ന് പല നേതാക്കളും പറയുന്നത് ഉപവാസം വേണ്ടെന്ന്. സ്വോത്രം. ഇന്ന് രാത്രി ഉപവാസമല്ല, ദൈവജനത്തിന്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. സന്തോഷമില്ലല്ലോ? അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവദാസന്മാർ പറയുന്നത്, നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി, ബാക്കി പറയുന്നില്ലല്ലോ, ഉപേക്ഷയായി വിചാരിക്കരുതെന്ന്. സ്വോത്രം. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പണ്ട് എവിടെ പത്രോസ് എവിടെ കിടന്ന് കാരാഗ്രഹത്തിനകത്ത് കരമുയരുന്നില്ലല്ലോ. ദൈവസഭ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നു. 4 കവാടങ്ങളാ, 1, 2, 3, 4 കാവൽ. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് ഉറങ്ങുക. അപ്പുറത്ത് നാളെ അവനെ കൊല്ലുവാൻ വാളിന്റെ ഹല്ലേലൂയ ശബ്ദം കേൾക്കുക. പക്ഷെ ദൈവസഭയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. സഹോദരി, ഇന്ന് രാത്രി നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിന്റെ മുൻപിലെ ദുർഘട പാതകളെ നിരപ്പാക്കുന്ന ദൈവം. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, സ്വോത്രം. എന്താ സംഭവിച്ച്? പത്രോസ് ഈ മരണഭീതിയിൽ ഉറങ്ങുക. ദൂതൻ ചെന്ന് ഒരൊറ്റ തട്ട് കൊടുത്തു. പത്രോസ് എഴുന്നേക്ക് മോനെ, കാലെ ചെരുപ്പിടായി. ഈ കാവൽക്കാരെല്ലാം കണ്ണടച്ച് 1, 2, 3, 4. പത്രോസ് ജീവനും കൊണ്ട് ദൈവാലയത്തിൽ വന്ന് തട്ടുക. അപ്പോൾ ഒരു പെൺകുട്ടി കതക് തുറന്ന് രോധ. അവള് ചർച്ചിലെ മൂപ്പനോട് പറഞ്ഞു പത്രോസ് വന്നെന്ന്. പ്രാർത്ഥിച്ച മൂപ്പൻ പറയും, നീ എന്തുവാ പറയുന്നതെന്ന്. സ്വോത്രം. മൂപ്പന് പോലും അറിയത്തില്ല വിടുതൽ നടന്നെന്ന്. സ്വോത്രം. ഇതാ കാര്യം, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളുടെ ഉപവാസം വേണോ? പ്രാർത്ഥന വേണോ? വേണം. അതുകൊണ്ട് നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ബഹിഷ്കരിക്കരുത്. ശൂഷൻ പട്ടണത്തിനകത്ത് ജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എസ്തേറിന്റെ അടുത്ത് എന്താ പറഞ്ഞ്? മൊർദെഖായി പറഞ്ഞു, ഈ സമയം നീ മിണ്ടാതെ ഇരുന്നാൽ. സന്തോഷമില്ലല്ലോ? അതുകൊണ്ട് ആ ബൈബിൾ പറയുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ നിന്റെ ജനം മുഴുവൻ ഇവിടെ നശിക്കും. അവിടെ എന്തോ ചെയ്തു? രാജാവിന്റെ മുമ്പിൽ പൊൻചെങ്കോൽ നീട്ടിയിട്ട് പറഞ്ഞു, രാജാവേ, ഈ ഹാമാൻ സാധാരണ പുള്ളിയല്ല, നിന്റെ കസേരയെ അവൻ തെറിപ്പിക്കും. 2, അവനിപ്പോ കൽപ്പന വെച്ച് ആരെയില്ല? മൊർദെഖായിക്ക.
രാജാവിന് ഓർമ്മയുണ്ടോ മൊർദെഖായി? പണ്ട് 2 ഷണ്ഡാധിപന്മാർ നിന്നെ കൊല്ലാൻ വന്നപ്പോൾ ആ വഴി കടന്ന് മൊർദെഖായി ആ കാര്യം പറഞ്ഞു. ഉടനെ രാജാവിന് ബോധ്യം വന്ന് തുറക്കാൻ പറഞ്ഞു, ബുക്ക് തുറക്കാൻ പറഞ്ഞു. അന്നേരം കോവിഡ് കാലത്തെ ഫയൽ കിട്ടിയത്. സ്വോത്രം. ഉടനെ രാജാവ് വായിച്ചു. സ്വോത്രം. ഉപവാസത്തിനൊരു മറുപടിയുണ്ട്, കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ നിലവിളിക്കൊരു മറുപടി തരുക. ഇന്ന് രാത്രി പറയണം, നീ പുറത്ത് നിലവിളിച്ചാൽ കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിനകത്തും ദൈവത്തിന്റെ കരമിറങ്ങി വരും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കരങ്ങൾ, ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കരങ്ങളിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മക്കളെ, എന്താ സംഭവിച്ചത്? രാജാവിന് പെട്ടെന്ന് പിടികിട്ടി. അയ്യോ, പണ്ട് എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഈ പാവപ്പെട്ടവനല്ലയോ കാര്യം ചെയ്ത്. അയ്യോ, ഇവനൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല, 2 കട്ടൻ കാപ്പി പോലും നെയ്യാറ്റിൻകരത് കൊടുത്തിട്ടില്ല. ഉടനെ എന്തോ ഇതെന്നറിയാമോ? രാജാവ് പറഞ്ഞ് സ്വോത്ര. മൊർദെഖായി അന്ന് എന്തോ ചെയ്ത്? മൊർദെഖായിയെ തൂക്കാൻ കഴിമരം, എന്നിട്ട് നെയ്യാറ്റിൻകരയും ബ്ലാത്താങ്കരയും ആറാലുമൂട് പോസ്റ്റർ, എന്നിട്ട് എവനെ തൂക്കിയിട്ട് വേണം രാജാവിൻ്റെ വലം കൈയായി നിൽക്കാൻ. യവൻ ഈ പടമെല്ലാം എടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് കഴിക്കും. എന്നിട്ട് ഇങ്ങനെ പാടി യവനെ തകർക്കും, യവനെ തകർക്കും എന്ന്. സ്വോത്രം. ഈ മൊർദെഖായി, ഈ ഹാമാൻ്റെ ഭാര്യ ഒരു നല്ല സഹോദരി, അവളുടെ പേര് സേരസ് എന്നാ. സ്വോത്രം. സേരസ് ഈ ഹാമാൻ ചിരിക്കുന്നുണ്ടോട് പറഞ്ഞ, അച്ചായ അവനൊരു രഘൂതനെ കളിക്കാൻ പോലെ പണി വീഴുമേ. സ്വോത്രം. ആ വാക്കെങ്കിലും കേട്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ. സ്വോത്രം. ചില വാക്ക് സഹോദരന്മാർ ഇവിടെ സഹോദരന്മാർ കുറവാണ്, എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചില വാക്ക് സഹോദരിമാരുടെ ഭാര്യമാരുടെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചക്ക കുടയുന്ന പോലെ കുടയത്തില്ല. സന്തോഷമില്ലല്ലോ. എല്ലാ വാക്കും കേൾക്കാൻ പോകരുത്. അങ്ങനെ കേട്ടവനാ സിനിമാ നടൻ ദിലീപ്. ഇപ്പം 2 കിടക്കുന്ന ചക്ക കുടയുന്ന പോലെ. സ്വോത്രം. എല്ലാം കേൾക്കാൻ പോയാൽ നിങ്ങൾ പെരുവഴിയാ. ബാക്കി വേണം ഞാൻ പറഞ്ഞു തരാം. സ്വോത്രം. ഇന്നാൾ ഞാൻ സ്വോത്രം എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ലാസ്റ്റ് വന്ന് എന്നോട് ചോദിക്കുക, നമ്മുടെ ദിലീപ് തൂങ്ങോ പാസ്റ്റർ എന്ന്. ഞാൻ പറഞ്ഞു, അവൻ വാളയാർ പരമശിവായിട്ട് തിരിച്ചു വരും, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. സ്വോത്രം. ഇന്ന് പലരും പറയുന്ന കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇത്രയും സ്റ്റേജിൽ കൂടെ പറയാൻ പറ്റൂ. ചോദ്യം ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തായിട്ട് പുള്ളി പറഞ്ഞു, അവൻ എപ്പോൾ ഊരിപ്പോയെന്ന് ചോദിച്ചാൽ അതി പാസ്റ്റേ അതേ ഞാൻ പറയുന്നുള്ളൂ. സ്വോത്രം. അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഭാര്യമാർ പറയുന്നത് ചില കാര്യം കേട്ടാൽ ഞാനടക്കം കുഴയത്തില്ല, എല്ലാം കേൾക്കരുത്, പെരുവഴിയായിപ്പോൾ. ഈ അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ രാജാവ് ഇതെല്ലാം മനസ്സിലാക്കി എന്നെ ഇത്രയും രക്ഷപ്പെടുത്തിയ മൊർദെഖായിക്കൊന്നും കൊടുത്തില്ല. രാവിലെ ഉണ്ടല്ലോ. സ്വോത്രം. രാജാവ് നേരെ കാര്യങ്ങളെല്ലാം കുളിച്ച് സന്തോഷമായിട്ടിരുന്നപ്പോൾ മൊർദെഖായി കാര്യങ്ങളെല്ലാം എഴുതാൻ ഹാമാൻ അവിടെ ചെന്ന് ഹാമാനോട് പറഞ്ഞു, ബുക്കും പേപ്പർ വിട്, ഞാൻ ചില കാര്യം എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ചോദിച്ചു, എന്താ? ഞാനൊരു വ്യക്തിയെ ആദരിക്കാൻ പോന്നു, കാര്യങ്ങളെല്ലാം എഴുതിക്കോളാം. ഹാമാൻ വിചാരിച്ച് ഞാനല്ലാതെ പിന്നെ രാജാവ് ആരെ ആദരിക്കുന്ന? സ്വോത്രം. ഉടനെ പറഞ്ഞ് ഒരു കിയാട കാർണിവൽ എഴുതിക്കോളാം. ഉടനെ പറഞ്ഞ് എനിക്ക് മാത്രം കിട്ടിയ ഭാര്യ ഉടക്കം 2 എഴുതാം. സ്വോത്രം. 2 കിയാട കാർണിവൽ. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, എനിക്ക് ഇനി പിള്ളാരും വളർന്നു വരെ എഴുതിയേക്കാൻ 2. സ്വോത്രം. അമ്പൂരി 4 ഏക്കർ, രാജാവ് കാണുന്നില്ല 8 ഏക്കർ. സ്വോത്രം. ഇത് ഇത്ര എഴുതിയപ്പോൾ ഈ ഹാമാൻ ഒരു സംശയം, ഇതാർക്ക് വേണ്ടിയാ രാജാവ്? നമ്മുടെ പടിവാതൊക്കെ ഇരുന്ന പാവപ്പെട്ട മൊർദെഖായിക്ക് വേണ്ടി. അന്നേരം അവൻ്റെ പാടാൻ തുടങ്ങി. സന്തോഷമില്ലല്ലോ. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. സ്വോത്രം. ഹാമാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കട്ടിലേ കിടക്കുക. ഉടനെ സേരസ് പറഞ്ഞു, എന്തിനാ ഇനി പാടുന്ന? കണ്ണുനീരെന്ന് മാറുമോ, വേദന എന്ന് തീരുമോ? അന്ന് ഈ കുരുക്കൊണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ആരാധിക്കുന്ന അവനോട് കളിക്കാൻ പോയാൽ നീ തന്നെ കുരുങ്ങും. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. എന്താ ഇന്ന് രാത്രി? പ്രിയപ്പെട്ടവരെ, അവസാന കുരുക്കൊണ്ടാക്കിയതാരാ? ഹാമാൻ. അതിൽ തൂങ്ങിയതാരാ? മൊർദെഖായി ആണോ? അല്ല. ഇന്ന് രാത്രി നീ പറയണ, കുരുക്കാരൊക്കെ ഉണ്ടാക്കിയാലും അതിനകത്താര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. വചനം മനസ്സിലാകുന്നവർക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. എത്ര പേർ കാര്യം മനസ്സിലാകും? സാധാരണ ദൈവമല്ല ഇന്ന് രാത്രി നിങ്ങളെ വിളിച്ചത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയെങ്കിൽ, ഇരിക്കുന്നതറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, അവൻ അറിയാതെ അമ്മാമ, അച്ചായ, ബ്രദർ, സിസ്റ്റർ, നിന്റെ തലയിൽ ഒരു മുടി നാര് പോലും പൊഴിയുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ആ വിചാരം ഇസ്രയേലിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ യാക്കോബിന് ഏൽക്കയില്ല. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നെയ്യാറ്റിൻകരയിൽ ഏതൊക്കെ മന്ത്രവാദി നിനക്കെതിരെ പോരാടിയാൽ, ഏതൊക്കെ ആഭിചാരകൻ നിനക്കെതിരെ പോരാടിയാൽ, ഇന്ന് രാത്രി വരണം
ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ മഹാദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന, ഉപവസിക്കുന്ന അമ്മച്ചിയെ, പ്രാർത്ഥിക്കുന്ന സഹോദര, മീഡിയയിൽ കാണുന്ന ദൈവപൈതല്, നീ ആരാധിക്കുന്ന ദൈവപൈതലാണെങ്കിൽ ഏതൊക്കെ കാമാൻ നിനക്കെതിരെ പോരാടിയാൽ അവനെ കുരുക്കിനകത്താക്കുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന് കഴിയും. ഇന്ന് രാത്രി വചനമേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ ഉക്രൈനെ തകർക്കാൻ പറ്റത്തില്ല. ഉക്രൈനെ തകർക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇസ്രയേലിന് നേരെ സാമ്പത്തിക മാന്യമുള്ള ആരടിക്കും? റഷ്യ അടിക്കും. അങ്ങനെയെങ്കിൽ റഷ്യ അടിക്കുമ്പോൾ ആരവന് കൂട്ടാളിയായി വരും? അറബ് രാജ്യങ്ങൾ അവന് കൂട്ടാളിയായി വരും. എന്നാൽ അതൊരന്തിമ യുദ്ധമാ. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാഹളം കേൾക്കും. ഏതാ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ വെച്ച് അവിടുത്തെ പട്ടാളക്കാരെ, കോൺസുലേറ്റിനെ ഇന്ത്യക്ക് കൊടുക്കും. ന്യൂഡൽഹിയിലെ പാകിസ്ഥാന്റെ പടയാളികളെ മുഴുവൻ പാകിസ്ഥാന് കൊടുത്തിട്ട് ഗേറ്റ് അടച്ചിട്ട് പതാക താഴ്ത്തും. അതുപോലെ റഷ്യ ഇസ്രയേലിനെ അന്തിമ യുദ്ധത്തിൽ ആക്രമിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്ക്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി പൊന്നക്കാട് സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം, ആ യുദ്ധം ഫെലിസ്തീർ മുഴുവൻ അവനെതിരെ അണിനിരക്ക്. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ നാഥൻ മധ്യാകാശത്തിൽ വരും. യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. റഷ്യ ഉക്രൈൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് 4 കാര്യം പറയുമ്പോൾ അവസാനിപ്പിക്കും. അപ്പോൾ ഇന്ന് രാത്രി അയൺ ഡോമൂടെ പറയുമ്പോൾ നിർത്തും ഇന്നത്തെ ഇസ്രയേലിനെ കണ്ടുപിടുത്തം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും, കൃത്യസമയത്ത് അവസാനിപ്പിക്കും. 4 വാക്യങ്ങൾ കൂടി വായിക്കുമ്പോൾ സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. റഷ്യ ഉക്രൈൻ്റെ അവസാന ഭാഗമായി ഏതാ? ജെറുസലേമിന് ചുറ്റും ജാതികൾ, സൈന്യങ്ങൾ യെരൂശലേമിനെ വളയുമ്പോൾ ഒരു ശൂന്യകാലം. അതിനാസ്പദമായി 4 ആക്രമണങ്ങൾ ബൈബിൾ പ്രകാരം നടന്നു. അതിൻ്റെ പേരാ ഇസ്രയേൽ പലസ്തീൻ ആക്രമണങ്ങൾ. ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് ജാതികൾ യെരൂശലേം ചവിട്ടാൻ പോകുന്നു. അന്തിമ യുദ്ധം 4 ഭാഗം പറയുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കാം. വായിക്കാം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. ജാതികൾ ഇസ്രയേലിന് ജെറുസലേമിനെ ചവിട്ടാൻ പോകുന്ന ഇനിയെല്ലാം പ്രവചനങ്ങളാ. ആമോസ് 1-6-7. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗസയുടെ 3-4 അതിക്രമ നിമിത്തം, ഇസ്രയേൽ പലസ്തീൻ സംഘടനയായി പറയുന്ന ഗാസ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി കളകയില്ല. അഥവാ ഒരന്തിമ ശിക്ഷ അവർക്ക് വേണ്ടി വരുന്നു. പലസ്തീൻ, ഗാസ, ഇസ്രയേൽ സംഘട്ടനം 4 എണ്ണം നടന്നു. 2000-ൽ, അത് കഴിഞ്ഞ് 2007-ൽ ഏറ്റവും സംഘർഷം നടന്നു. 2013-ൽ 2600 പേർ കൊല്ലപ്പെട്ടു. 3. 4-ാമത്തെ അതിക്രമം കോവിഡ് കാലത്ത് നടന്നു. 260 പേര് കോവിഡിൽ ഇസ്രയേൽ പലസ്തീൻ സംഘടന നടന്നത്. എത്ര ക്ലിയർ! ഗാസ ഏതാണെന്നറിയാമോ? ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഇന്നത്തെ ഇസ്രയേലിനോട് ചേർന്ന് കിടക്കുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 6750 കിലോമീറ്റർ പലസ്തീൻ പ്രവിശ്യ, റമല്ല, വെസ്റ്റ് ബാങ്ക്, ആ ഗാസ, ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഗാസയിൽ ഇന്നത്തെ ഫെലിസ്തീയ സമൂഹത്തിൽ നിന്ന് 4 അതിക്രമ ഇസ്രായേലിന് നേരെ. 1 2000, 2 2007, 3 2013, അടുത്തത് 2020, 21 കോവിഡ് കാലം. ഈ 4 അതിക്രമം കണ്ടെങ്കിൽ ഒരു ശിക്ഷയുടെ സമയം അടുത്തു വരുന്നു. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം. ഗാസ ഇസ്രയേൽ സംഘട്ടനം 1-ാം ഭാഗം. അത് കഴിഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങൾ പറയാം.
ഇടുക്കിക്കാരി സൗമ്യ മരിക്കപ്പെട്ട സംഭവം വരെ ബൈബിളിനകത്തുണ്ട്. സഫന്യാവിന്റെ പ്രവചനം അടുത്തെടുത്തോ. സഫന്യാവിന്റെ പ്രവചനം, ഇതാ പ്രവചനം. അല്ല യേശു വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഫന്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. സഫന്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ വായിക്കാം. ഗസ നിർജ്ജനമാകും. ഗാസ നിർജ്ജനമാകും. അതിന്റെ അർത്ഥം മതി ഗാസ ഇനി പഠിച്ചോണ്ടേ പോകാം. അല്ല ഞാൻ ഇവിടെ മൈക്കിൽ കൂടെ ഷൈൻ ഇത് എടുത്ത് ഞാൻ ഓടിപ്പോട്ട് തരുക. ഗാസ നിർജ്ജനമാകും. ഇസ്രയേലിന്റെ ബോംബ് അറ്റാക്ക് മുഖാന്തരം ഗാസയിൽ ഒരു കുഞ്ഞും പുറത്ത് കാണത്തില്ല. ഗാസ നിർജ്ജനം. അടുത്തത് വായിര്. അസ്കലോൻ ശൂന്യമായി തീരും. അഷ്കലോൺ. ആ അഷ്കലോണി വെച്ച ഇടുക്കിക്കാരി ഒരു കെയർ ടേക്കർ സഹോദരി സൗമ്യ കൊല്ലപ്പെട്ടത് വല്ലൊരു പത്രത്തിൽ വായിച്ചായിരുന്നു? കരമുയരുന്നില്ലല്ലോ. ആ കോവിഡ് അയ്യോ ആരും പേപ്പർ വായിച്ചില്ലോ, സന്തോഷമില്ലല്ലോ. പക്ഷേ ഇവിടെ ആരും പേപ്പർ വായിക്കുന്നവരില്ലോ. ഇടുക്കിക്കാരി ഒരു സൗമ്യ ഇസ്രയേലിൽ വെച്ച് കൊല്ലപ്പെട്ടത് പത്രത്തിൽ വന്നില്ലായിരുന്നോ? കൈ ഉയർത്തിയാട്ട്. പലരും വിചാരിക്കും ഞാൻ പടം എടുക്കാൻ പോകുന്ന. പടമല്ല, എൻ്റെ ജോലി പടമെടുത്ത് പല ഷൈൻ എടുത്തോളൂ. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, അഷ്കലോണിൽ ആക്രമണം ഉണ്ടാകും. ഗാസയോട് ചേർന്ന് കിടക്കുന്നത് അഷ്കലോൺ. ബൈബിളും ചരിത്രവും. അടുത്തത് വായിക്കാം. അഷ്തോദ് വായിര്. അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. ഗാസായിൽ നിന്ന് മിസൈൽ ഇസ്രയേലിലേക്ക് വരും മധ്യാഹ്നത്തിൽ. അന്നേരം സൈറൻ കേൾക്കുന്ന ഇസ്രയേലിൽ എല്ലാം കൂടെ ബങ്കറിനകത്ത് പോകുന്നത്. ഇതെല്ലാം ഇടയ്ക്ക് പത്രവാർത്ത കണ്ടായിരുന്നു, ഇടയ്ക്ക് വീട്ടിലിരുന്ന് TV കണ്ടായിരുന്നു. നമ്മൾ കർത്തമത്ത് കണ്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇസ്രായേൽ പാലസ്തീൻ സംഘടന കണ്ടില്ലല്ലോ. സ്വോത്രം. നിങ്ങൾ കർത്തമത്ത് കാണ്. കർത്താവിന്റെ വരവ് മുഖം കറക്കാതിരുന്നാ മതി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എക്രോന് നിർമൂലനാശം വരും. എക്രോൻ ഇസ്രായേലിന്റെ അതിർത്തി. അഷ്കലോൻ, അഷ്തോദ്, എക്രോൻ, ലൂദ്. അവിടെ വരെ പോണ്ട. ചായ കുടിക്കാൻ കാശ് എനിക്ക് തന്നാൽ മതി. ഇതെല്ലാം പറഞ്ഞുതരാം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സമുദ്രതീര നിവാസികളായ ക്രേത്ത ജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിസ്തീയർ സമുദ്രതീരത്ത്, കരീബിയൻ, അക്കോബ, ചെങ്കടൽ, ഈ തീരത്ത് കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ നോക്കിക്കൊണ്ട് അയ്യോ നിനക്ക് കഷ്ടം, അന്തിമ യുദ്ധം. ഇതാ പ്രവചനം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഫെലിസ്ത്യ ദേശമായ കനാനേ, ഫെലിസ്ത്യരുടെ ദേശമായ കനാനേ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. അർത്ഥം അടുത്ത ഏറ്റവും ശക്തമായ അടി ഇസ്രയേൽ പലസ്തീന്റെ ഫൈനൽ വരാൻ പോകുന്നു. നിനക്ക് യഹോവ വിരോധമായിരിക്കുന്നു. ഇത് എവിടെ തൊട്ട് തുടങ്ങിയതാ? ഈ അടി എവിടെ തൊട്ട് തുടങ്ങിയെന്ന് പറയാം. 1, ആരൊക്കെ തുടങ്ങിയതാ? ഇസഹാക്കും ഇസ്മായേലും. കരമുയരുന്നില്ലല്ലോ. അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ. 2, ഏശാവും യാക്കോബും. സന്തോഷമില്ലല്ലോ. ഒരു വീട്ടിൽ തുടങ്ങിയ അടിയ. 3ാമത് അതിന്റെ സെമി ഫൈനൽ 2020 ഏലാ താഴ്വരയും 2 പേരടിച്ചില്ലേ? ദാവീദും പിന്നെ ഒരാളുണ്ട്. ആരാ? ഫെലിസ്ത്യരുടെ മല്ലൻ. മിണ്ടുന്നില്ല, ഉറക്കെ പറയുന്നില്ലല്ലോ. സമ്മാനം $5. ആര് പറയും? സ്വോത്രം. ഗോലിയാത്ത്. സ്വോത്രം. പണ്ട് ഞാൻ ഈ നമ്മുടെ അമരവിള ഏലാ കൺവെൻഷൻ സ്വോത്രം നല്ല ഇതായിരുന്നു. അപ്പം ഞാൻ എവിടെയോ പ്രസംഗിച്ച് ആരാണ്ട് എൻ്റെ $2-3 തന്നു. സ്വോത്രം. ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ള ആർക്ക് ഇത്ര ഇതറിയത്തില്ലെന്ന്. പാടാൻ നിന്നത് നമ്മുടെ അവിടുത്തെ ശോഭൻ രാജ് സാറിൻ്റെ മക്കളായിരുന്നു. അവരെന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സ്വോത്രം. ഞാൻ ചോദിച്ച ചോദ്യത്തിനെല്ലാം പിള്ളേരും മറുപടി പറഞ്ഞു. എൻ്റെ സാജിലെ പൈസ കൊടുക്കേണ്ടി വന്നില്ല, കിട്ടിയ $1 കൊടുക്കേണ്ടി വന്നു. സ്വോത്രം. അമരവിള ഏലാ കൺവെൻഷന് ചോദിച്ചാൽ മതി. ഗിൽബർട്ട് അച്ഛനോട് ചോദിച്ചാൽ ബാക്കി പറയും. സ്വോത്രം. അതുപോലെ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ സമ്മാനം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഈ ഫെലിസ്ത്യരുടെ അടി ദാവീദും ഗോലിയാത്തും ഇതിന്റെ ഫൈനല് വരാൻ പോകുന്നു. ജാതികൾ 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചുറ്റും കിടക്കുന്നവർ, സൈന്യങ്ങൾ യെരുശലേമിനെ വളയും. യേശു പറഞ്ഞ കാര്യം. അടുത്തത് ഇന്നത്തെ പലസ്തീന്റെ അവസ്ഥ എന്താണ്? ഇരമ്യാ പ്രവചനം. ഇപ്പോഴത്തെ അടി. ഇതെല്ലാം ബൈബിള് പഠിച്ചുകൊണ്ട് ഇറങ്ങാം. അതുകൊണ്ടാണ് ഞാൻ പലരും വിചാരിച്ച് ഞാൻ ഈ പ്രസംഗത്തിൽ വരുമ്പോൾ കമ്പ്യൂട്ടറും ചിപ്പും പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ പലരും വരാതിരുന്നത്. തെറ്റിപ്പോയി. സ്വോത്രം. ഞാൻ ഇന്നാളെ പറഞ്ഞ് കമ്പ്യൂട്ടറും വെളിപ്പാടും ഒന്നും തുടങ്ങത്തില്ല, വേറെ കാര്യം പ്രസംഗിക്കുന്നത്. ഇരമ്യാ പ്രവചനം 47-ാം അധ്യായം 5, 6, 7. ഇപ്പോഴത്തെ പലസ്തീൻ സംഘടന വായിക്കാം. ഇരമ്യാവ് 47, 5, 6, 7 വാക്യം വായിച്ചു. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അപ്പൊ തലമുടി വെട്ടി കഷണ്ടിയതല്ല. ഗാസയില് പലസ്തീനിന്റെ മുഴുവൻ ലീഡർമാരെ ഇസ്രായേൽ കൊല്ലും. കഷണ്ടി. സ്വോത്രം. ലീഡർഷിപ്പിനെ കൊല്ലുവെന്നാണ് എഴുതിയേക്കുന്നത്. സ്വോത്രം. ആരാ? 1967 ഇസ്രായേൽ ഈ 6 ദിന യുദ്ധം കഴിഞ്ഞപ്പോൾ പലസ്തീനിൽ ഒരു സംഘടന വന്ന് PLO. അങ്ങനെ വല്ലതും കേട്ടോ? യാസർ അറാഫത്ത്. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? കരമുയർത്തിയാട്ടോ. യാസർ അറാഫത്ത്. സ്വോത്രം. ആ യാസർ അറാഫത്ത് സമാധാന പ്രഭുവായിരുന്നു. സമാധാന പ്രേമി, നോബൽ സമ്മാനം കിട്ടി. അതിനുശേഷം ഒരു ഇസ്ലാമിക സംഘടന പിടിമുറുക്കി. അതിന്റെ പേര് ബ്രദർഹുഡ്. ആ സംഘടനയുടെ പേര് ഹമാസ്. പത്രത്തിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? ഹമാസ്. സ്വോത്രം. ഈ ഹമാസിന് 2 വിഭാഗമുണ്ട്.
അൽ-അക്സ ബ്രിഗേഡ്, അൽ കയ്യൂം ബ്രിഗേഡ്. ഈ ഹമാസിന്റെ അനിയനാണ് ലെബനോനിലെ ഹിസ്ബുള്ള. ഈ ഹമാസ് എവിടെ നിന്ന് വന്നെന്നറിയാമോ? ഹാമാൻ. അത് ശൂഷൻ രാജധാനിയിൽ ഉണ്ടായിരുന്നു. ഇറാനിലെ ചക്രവർത്തിയുടെ പേര് ഹാമാൻ ആയിരുന്നു പഴയ. ഈ ഹാമാൻ അതിൽ നിന്ന് വന്ന ഹിസ്ബുള്ള, ഹമാസ്. അതിനകത്ത് 2 ബ്രിഗേഡ് ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഹമാസിന്റെ ലീഡർഷിപ്പ് മുഴുവൻ ഇന്ന് ഗാസയില. അവരെ മുഴുവൻ ഇസ്രായേൽ കൊന്നിരിക്കും. സ്വോത്രം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഏറ്റവും വലിയൊരു നേതാവുണ്ടായിരുന്നു, മുഹമ്മദ് ഇസഡ്. അവന്റെ കാലുകൾ വരെ തകർത്ത് 37 പ്രാവശ്യം അവൻ അറ്റാക്ക് ചെയ്തു ഇസ്രായേൽ. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 നേതാക്കൾ ഹമാസിന്റെ ഇരിപ്പുണ്ട്. ഒന്ന് ഖാലിദ് മിഷേൽ, 2 മുഹമ്മദ് ഹനിയ. അതുകൊണ്ട് ആ താലിബാനിൽ ഖത്തറിന്റെ ഓഫീസുണ്ട്, ഹമാസിന്റെ ഓഫീസുണ്ട്. അതുകൊണ്ട് സൗദി അറേബ്യയും UAEയും ഗൾഫ് രാജ്യങ്ങളിടയ്ക്ക് ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ വല്ലോ പത്രത്തിൽ വായിച്ചായിരുന്നു? കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതൊക്കെ ഏഷ്യാനെറ്റിലെ വിനൂനോ മാതൃഭൂമിക്കാരനോ ഒന്നും അറിയത്തില്ല. ഇത് ബൈബിൾ സയൻസ് പഠിക്കണം. എന്താണ്ടാ ഇത്? ഖത്തറിനകത്ത് അവരുടെ ഓഫീസ് ഉണ്ടായത് കൊണ്ട് ദുബായ്ക്കാരന് സൗദിക്കാരന് പറഞ്ഞ ഖത്തറുമായിട്ട് ബന്ധമില്ല. പിന്നെ അമേരിക്ക ഇടപെട്ട ഒരു സൊല്യൂഷൻ. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ കടത്തി പറയുക, ഷൈൻ ഇത് പോസ്റ്റ് ചെയ്യും. ഒരു പക്ഷേ ഇസ്രായേൽ ഖത്തറിനെ അടിച്ചിരിക്കും. ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. ഇസ്രായേലിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവന്റെ നേതാക്കന്മാർ ഖത്തറിയിരിക്കുക, എവന്റെ മണ്ടയ്ക്കും വേണേ അടിച്ചു കളയും ഖത്തറിന്. യഹൂദനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ അടുത്തതാ ഗാസയ്ക്ക് കഷണ്ടി അഥവാ ഹമാസിന്റെ ലീഡർഷിപ്പിനെ മുഴുവൻ അവൻ കൈകാര്യം ചെയ്യുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ മോളെ. അവരുടെ താഴ്വരയിൽ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. അഷ്കലോൻ. ഇന്നത്തെ അഷ്കലോണിനകത്ത് പലസ്തീനിൽ ഏറ്റവും കൂടുതൽ റോക്കറ്റ് വീണത്. പണ്ടത്തെ റോക്കറ്റ് ചെറുതേ ഉള്ളായിരുന്നു, എന്നാൽ വലിയ റോക്കറ്റുകൾ ഇപ്പൊ ടെല്ലവീവിൽ വീണു. അത് കഴിഞ്ഞിട്ട് ജെറുസലേം വരെ ഇറാൻ കൊടുത്ത റോക്കറ്റ് ഇസ്രയേലിന്റെ മണ്ടയ്ക്കാരടിച്ചു, ഈ ഹമാസ് അടിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞു, ജെറുസലേമിന് ഭാരമുള്ള കല്ലാക്കും. കരമുയരുന്നില്ലല്ലോ. ജാതികൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ ശൂന്യകാലം. ഇതാ ബൈബിൾ പ്രവചനം. അല്ല പുന്നക്കാട് ഞാൻ വന്നിട്ട് യേശു വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നെന്ന്. സ്വോത്രം. ഇതാ പ്രവചനം, ഇതാ ക്ലാസ്. അടുത്ത വാക്ക് വായി. അഷ്കലോൻ മുടിഞ്ഞു പോകും. അടുത്തത്, എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. ഇസ്രായേലേ നീ എത്രത്തോളം സഹിച്ചിരിക്കും. ഇല്ല, ഇസ്രായേൽ തിരിച്ചടിക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അയ്യോ യഹോവയുടെ വാളെ, യഹോവയുടെ വാളെ നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. കണ്ടോ? അങ്ങനെയെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി ഒരു യുദ്ധത്തിന് അന്തിമ ദിനം വരുന്നു. കോവിഡിന്റെ മറവിൽ 4ാമത്തെ സംഭവം ഇസ്രായേൽ പലസ്തീൻ സംഘട്ടനം. തീർന്നില്ല. 4ാമത്തത് വീണ്ടും വായിക്കാം. സെക്കരിയ പ്രവചനം 9:5-6. ഈ സംഭവം കണ്ടവരോട് ഞാൻ പറയുന്ന ഒരു അന്തിമ യുദ്ധം വരാൻ പോകുന്നു. വായിക്കാം സെക്കരിയ പ്രവചനം 9:5-6. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അഷ്കലോൻ. ഇസ്രായേൽ ഭയപ്പെട്ട ഒരു സംഭവം. ഇടുക്കിക്കാരി സൗമ്യ മരിച്ചപ്പം അത് കണ്ടിട്ട് ഇസ്രായേലിന്റെ അംബാസഡർ വന്ന് സൗമ്യയുടെ വീട്ടിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഏറ്റവും കൂടുതൽ തരാം. ആഷ്കലോണിലായി അടി നടന്ന്. ഇസ്രായേലിന്റെ ചരിത്രം അക്കമിട്ട് പഠിക്കുന്ന ഒരാളാണ് ഞാൻ ഞെട്ടിപ്പോയി. ഒരു മലയാളി നേഴ്സ് മരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഈറ്റുനോവിന്റെ ആരംഭം. അഷ്കലോനകത്ത് ആക്രമണം. അടുത്തത് വായിക്കാം. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അതുകൊണ്ട് തിരിച്ച് ഇസ്രായേൽ 400 വിമാനങ്ങള് ഗസയ്ക്കകത്ത് ഇറങ്ങി അടിച്ച് ശരിയാക്കി. എന്തൊക്കെ തകർന്നെന്നറിയാമോ? അവിടുത്തെ ഗസയില് അൽ ജസീറ TVയുടെ ചാനൽ, അത് കഴിഞ്ഞിട്ട് ആശുപത്രി, സ്കൂൾ മൊത്തം അടിച്ച് ലെവലാക്കിയെന്നത് ആ കിടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇതെല്ലാം ബൈബിളിലുണ്ട്. ഇന്നും നിങ്ങൾ ഈ വാർത്താ ചാനൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇസ്രായേൽ പലസ്തീൻ ഇതെല്ലാം വായിക്കാവുന്ന നേരം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഇസ്രായേലിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞു. അവൻ വെറുതെ ഇരിക്കത്തില്ല, അവന് നോവ് കിട്ടിക്കഴിഞ്ഞു. അടുത്ത വാക്ക്. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ആ കിടക്കുന്ന പലസ്തീന്റെ ലീഡർമാരെ മുഴുവൻ. ഇനി ഞാൻ പിന്നക്കാട് വന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോണം. ഈ കോവിഡ് ഒന്ന് തീർന്നാൽ ഈ ഇസ്രായേൽ പലസ്തീന്റെ ലീഡർഷിപ്പിനെ മുഴുവൻ കൊന്നുകളയും. അതുകൊണ്ട് ഗസയിലെ ലീഡേഴ്സ് നശിച്ചു പോകും. വരാൻ പോകുന്ന പ്രവചനമാണ്. എന്നെങ്കിലും ഈ അറബ് ലീഗ് അവനെതിരെ വരത്തോള്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. അഷ്കലോനിൽ എന്താ? അഷ്കലോനകത്ത് മിസൈൽ വരുമ്പോ സൈറൺ കേൾക്കും, ജനജീവനം കൊണ്ട് ഓടും. ഒഴിച്ചു മാറ്റി. അടുത്ത വാക്ക്. ഇതെല്ലാം ബൈബിളുണ്ട്. അസ്തോദിൽ ഒരു കൗടലയ ജാതി പാർക്കും. അത് കണ്ടില്ലേ? അസ്തോദിനകത്ത് ഇന്നത്തെ ഫെലിസ്തീയർ പറയുന്നത് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അതിന് ബരാക് ഒബാമ എഴുതി വെച്ചിട്ട് പോയി അവർക്ക് കൊടുക്കണം. കൗടിലയ ജാതി പാർക്കും. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? യുദ്ധങ്ങളെ കുറിച്ചും
യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. റഷ്യ ഉക്രൈന്റെ ബാക്കിപത്രം. ഇവൻ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ പഴയ വിരോധത്തിൽ ഏശാവിന്റെ മക്കൾ സിറിയ തൊട്ട് എഴുന്നേൽക്കും. ഇസ്മായേലിന്റെ കൂടാരങ്ങൾ ഇസ്രയേലിനെതിരെ എഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ട് ഫെലിസ്ത്യ ജനം എഴുന്നേറ്റാൽ ഒരന്തിമ യുദ്ധം ഇവിടെ നടക്കും. യേശു ഒലിവുമലയിൽ പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിന് വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു. ഇന്നത്തെ അവരുടെ രക്ഷ എന്താ? അയണ്ടോ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? ഇസ്രായേലിന്റെ ഉള്ള ഒരു സാധനം അയണ്ടോ. കരമുയർത്തിയാട്ടോ സ്വോത്രം. ഇതെന്താ അയണ്ടോ? ഇതാരും പ്രസംഗിക്കത്തില്ല, ബൈബിളിനകത്തുണ്ട്. എവിടെ ഉണ്ട് അയണ്ടോ? അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ജോയിന്റ് വെൻവറ എത്രായിരം കോടി അവർ അയണ്ടോ? 3700 കോടി രൂപ അവർ അയണ്ടോ, അഥവാ 50 ലക്ഷം ഡോളർ. അയൺഡോമിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, അതിനകത്ത് 5 കാര്യങ്ങളാണ് ഉള്ളത്. 1, നെയ്യാറ്റിൻകര പോലീസിന്റെ ക്യാമറ. 2, വെപ്പൺ യൂണിറ്റ്. 3, ലാൻഡിംഗ് മോഡ്. 4, ബാറ്ററി ചാർജിങ് സിസ്റ്റം. 5, ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം. ഇതാ ഒരു അയൺ ഡോം. ബൈബിളിനകത്ത് വായിച്ചാൽ അയൺ ഡോം വന്നുകൊണ്ട്. അപ്പോൾ ഗാസയിൽ നിന്ന് ഒരു മിസൈൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പോലീസ് ക്യാമറ കാണുന്നത് പോലെ ഈ അയൺ ഡോം കാണും. ഉടനെ നമ്മുടെ മൊബൈലിനകത്ത് അലർട്ട് വരുന്ന പോലെ ഇസ്രായേലുകാരോട് മൊത്തം അലാറം കൊടുക്കും, പെട്ടെന്ന് ഭൂമിക്കടി കയറിക്കോ. സ്വോത്രം. ആ മിസൈലിന് എന്തോയും ഈ ബാറ്ററി ചാർജ് ആവും ഇന്റർസെപ്റ്ററിന്. ഉടനെ വെപ്പണിനോട് പറയും, ഒരു മനുഷ്യന്റെ സഹായം വേണ്ട, വെപ്പൺ ഒറ്റയ്ക്ക് പമ്പ് ചെയ്യും. ഈ മിസൈലിനെ ആകാശത്ത് വെച്ച് അടിച്ച് തകർക്കും. ആ സിസ്റ്റത്തിന്റെ പേരാ, ലോകരാജ്യത്തെ ഒറ്റ രാഷ്ട്രത്തിനേ ഉള്ളു, അവന്റെ പേരാ ഇസ്രായേൽ അയൺ ഡോം. മിണ്ടുന്നില്ലല്ലോ. പണ്ട് പാണ്ഡവർ കൗരവർ യുദ്ധം, അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? പാണ്ഡവരെ കൗരവരെ യുദ്ധം. അന്ന് ആകാശത്തിൽ ഒരു അസ്ത്രമുണ്ടായിരുന്നു, ആഗ്നേയാസ്ത്രം. അതിനെ എന്തോ കണ്ട് അടിച്ചെന്നറിയാം, ബ്രഹ്മാസ്ത്രം. കേട്ടിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുപോലെ പലസ്തീനിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ ഇന്നത്തെ ഗാസയിലെ മിസൈലിനെ മുഴുവൻ ആകാശത്തിനകത്ത് അടിച്ചു നിൽക്കാൻ ഇസ്രയേലിനൊരു സംവിധാനമുണ്ട്. അതിന്റെ പേര് ഇന്നത്തെ അയൺ ഡോം. ഇന്റർസെപ്റ്റർ, ഇലക്ട്രാ റഡാർ, ബാറ്ററി ചാർജിങ് യൂണിറ്റ്, വെപ്പൺ ലോഞ്ചിങ് സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് 4, BMC ലോഞ്ചിങ്, ദെൻ സൈറൺ. ഇത്രയുള്ള സാധനത്തിന്റെ പേര് അയൺ ഡോം. ഒരു രാഷ്ട്രീയക്കാരനും അറിയത്തില്ല, ഒരു വാർത്താ ചാനലും അറിയത്തില്ല. പക്ഷേ ബൈബിളിനകത്തുണ്ടോ? പക്ഷി അന്തരീക്ഷത്തിൽ കറങ്ങുന്നത് പോലെ ഇലക്ട്രാ റഡാർ അന്തരീക്ഷത്തിൽ കയറങ്ങി ഇസ്രയേലിനെ ഞാൻ കാക്കും. വായിക്കാം യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇതെങ്കിലും കണ്ട് മാനസാന്തരപ്പെടും. ബൈബിൾ അത്ര ക്ലിയർ. ഞാൻ ഇസ്രയേലിനെ കാക്കും. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ഇപ്പോൾ യെരൂശലേമിനെ കാക്കുന്നത് പക്ഷി ചുറ്റിക്കറക്കുന്നത് പോലെ. ഇന്ന് രാത്രി ഈ യെരൂശലേമിനെ കൈവിടാൻ പോകുന്നു. അതാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുവാൻ പോകുന്നത് പോലെ എനിക്ക് നിന്നെ മറക്കാൻ മനസ്സായിരുന്നു, എന്നാൽ നിനക്കോ മനസ്സിലായിരുന്നു. അതുകൊണ്ട് എന്റെ യേശു പറഞ്ഞത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ അയൺ ഡോമൊക്കെ തകരാൻ പോകുന്നു. റഷ്യയുടെ നേതൃത്വത്തിൽ, ചൈനയുടെ നേതൃത്വത്തിൽ, 21 അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ തുടങ്ങിയ അവന്റെ സകല അയൺ ഡോമും തകർന്നാൽ ഇസ്രയേലിന്റെ മണ്ടയ്ക്ക് മിസൈൽ വരാൻ കാലമായി. ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവൻ നിലവിളിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ കുത്തിയവങ്കലേക്ക് നോക്കും. കരമുയരുന്നില്ലല്ലോ. ഏകജാതനെ ചൊല്ലി അവർ വിലപിക്കുക. ഇന്ന് പക്ഷി ചുറ്റിക്കറക്കുന്നത് പോലെ അയൺ ഡോം അവനെ കാക്കുന്നവെങ്കിൽ റഷ്യയും ചൈനയും അറബ് രാഷ്ട്രങ്ങളുമല്ല ഹല്ലേലൂയ അവനെ ആക്രമിക്കുവാൻ വരുമ്പോൾ ഗതികെട്ടാത്ത യഹൂദൻ സ്വർഗമുഖത്തേക്ക് നോക്കും. സ്വർഗമേ, ഞങ്ങൾ തെറ്റിപ്പോയി. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ കർത്താവ് യഹൂദന് വേണ്ടി വെളിപ്പെടുവാൻ കാലമായി. അങ്ങനെ ഒരു പ്രകമ്പന യഹൂദന് വേണ്ടി വെളിപ്പെട്ട് എൻ്റെ യേശുവിൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല 2ആയി പിളരും. ആ ഒലിവുമല അവിടെ പിളരുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കിലെ ചോരയാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ മുന്നേക്കാണ്. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലേ, ഇന്ന് രാത്രി നിന്റെ മാനസാന്തരത്തിന് വേണ്ടി നീ മടങ്ങി വരിക. കുത്തിയമംഗലേക്ക് നോക്കുന്നത്
അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രയേലിന് നേരെ വരുമോ? അവസാനിപ്പിക്കാം. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ തിരുവചനം. 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ തിരുവചനം. ആമോസ് വായിച്ചാട്ടെ. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഈ ഞാൻ ഇങ്ങനെ നിന്നെ ഇങ്ങനെ ചെയ്യും കേട്ടോ. അതുകൊണ്ടാ പ്രവചനം. നാളെ അതിലേക്കാ വരാൻ പോകുന്നത്. അതിന്റെ ഒരു കുറിയാ ഇന്ന് തൊട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇസ്രായേല് ഞാൻ ഇങ്ങനെ ചെയ്യും. അടുത്ത വാക്ക്, ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്, സൈന്യങ്ങൾ നിന്റെ അടുത്ത് വരാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയരുന്നില്ലല്ലോ. അയൺഡോം തകരുമ്പോൾ, ഇസ്രയേലിന്റെ സംവിധാനങ്ങൾ മുഴുവൻ തകരുമ്പോൾ കുത്തിയവങ്കിലേക്ക് നോക്കും. അന്നൊരു യുദ്ധം ഇവിടെ നടക്കും. അപ്പോൾ തന്നെ അവന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലുലുമലിലേക്ക് വരുന്ന കാലം വിദൂരമല്ല. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, അവന്റെ കാൽ ഒലുമലയിൽ ചവിട്ടുന്നതിന് മുമ്പ്, ഒരു യുദ്ധമുഖത്ത് നിന്ന് സൈന്യങ്ങളെ ഒഴിച്ചു മാറ്റുന്നത് പോലെ കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി അവിടെ ഉണ്ടാകും. പുന്നക്കാട് ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. ഒരു ഡ്രായിങ് വരച്ച് കാണിക്കുന്നത് പോലെ ഇന്നത്തെ ഇസ്രയേലും റഷ്യയും ഉക്രൈനും പലസ്തീൻ വിഷയവും അയൺഡോമം കാണിച്ചിട്ട് ഇനിയെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. മുന്നറിയിപ്പുകൾ നിങ്ങൾ അവഗണിക്കരുത്. എന്നാ മുന്നറിയിപ്പ്? 1912 ഏപ്രിൽ മാസം 14-ാം തീയതി ഒരു കപ്പൽ ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി ഉണ്ടാക്കി, ടൈറ്റാനിക്. ആ കപ്പലിന്റെ പ്രത്യേകത എന്താ? 50,000 ഹോഴ്സ് പവർ, 152 ഉയരം, 92 വീതി, അത് 152 നീളം, 92 വീതി, അതിനുശേഷം 72-ൽ പരം ഉയരം, 50,000 ഹോഴ്സ് പവർ. അതിന്റെ ക്യാപ്റ്റൻ പറഞ്ഞെന്താ? ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. കന്നി യാത്ര അമേരിക്കയിലേക്കാ പോയ 2221 കടൽ പാതയാ. ആരുടെയാ? ഈ അമേരിക്ക, ബ്രിട്ടൻ. ഈ കപ്പൽ അങ്ങോട്ട് പോകുമ്പോൾ എതിരെ വന്ന കപ്പലുകൾ പറഞ്ഞു, സാറേ മുമ്പിൽ ഒരു മഞ്ഞുമലയുണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ച് 3500 യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്ര ചെയ്ത കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് ചന്നം ചിഹ്നമായി തകർന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വചനം കേട്ടിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ തോന്നിയ വഴിയിൽ യാത്ര ചെയ്താൽ വഴിയിൽ വെച്ച് നീ പട്ടുപോകും. എന്നാൽ പഴയ നിയമത്തിൽ ഒരപ്പച്ചൻ ഒരു പെട്ടകമുണ്ടാക്കി, നോഹയുടെ പെട്ടകം. അതിനെന്തൊക്കെയാ പ്രത്യേകത? 1 ഗോപേർ മരം, 2 300 നീളം, അടുത്തത് 50 വീതി, ഉയരം 30, 4, 5 3 തട്ടുണ്ടായിരുന്നു, 6 കിളിവാതിൽ, 7 സൈഡ് വാതിൽ, 7 അടിസ്ഥാനം ആ പെട്ടകത്തിനുണ്ടായിരുന്നു. ആ പെട്ടകത്തെ ആരുറപ്പിച്ചു? വൻമഴ വന്നു, കാറ്റടിച്ചു, പെട്ടകമിളകിയെങ്കിലും അരാരാത്ത് പർവ്വതത്തിൽ സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചു. 7 അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്ന ദൈവസഭയെ സ്വർഗീയ സിയോനിൽ ചേർക്കുവാൻ യേശു വരാറായി. രക്ഷ, മാനസാന്തരം, അനുതാപം, സ്നാനം, ആത്മാവിലെ സത്യത്തിലും ആരാധന തീർന്നില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, തിരുമേശയിൽ പങ്കാളികളാകുന്ന ദൈവത്താൽ പണിയപ്പെട്ട പെട്ടകത്തെ ചേർക്കുവാൻ യേശു വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നാളെ രാത്രി ഇതിന്റെ ബാക്കി ഭാഗമായിരിക്കും. അങ്ങനെയെങ്കിൽ എല്ലാ കാലത്തും ഒരു ഒഴിച്ചു മാറ്റൽ ഇവിടെ നടക്കും. എന്താ ഇവാക്വേഷൻ? 1ാമത്തെ ഇവാക്വേഷൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1945 2ാം ലോക മഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. അന്ന് ബ്രിട്ടന്റെ ആക്രമണം ഭയന്ന് അനേകം പേരെ ഒഴിച്ചു മാറ്റി. 1, 2 1990 കുവൈറ്റ് ഇറാഖ് എയർ ഇന്ത്യയുടെ വിമാനം ജോർദാനി വരെ പോയി മലയാളികളെ ഒഴിച്ചു കൊണ്ടുവന്നു. 2018 ഓക്കെ ചുഴലിക്കാറ്റ് തിരുവനന്തപുരം, കൊല്ലം കുഴപ്പമില്ല, 100 കണക്കിന് പേര് സ്കൂളുകളിലേക്ക് കൊണ്ടുവന്ന് ഒഴിപ്പിച്ചു. 2016 വേറൊന്ന് നടന്നു. യമനിൽ കലാപം, മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ട് വന്ന് തിരുവനന്തപുരത്ത് അവരെ വിമാനം കൊണ്ടുവന്നു. 18 സുഡാനിൽ കലാപം കൊണ്ടുവന്നു.
അങ്ങനെയെങ്കിൽ കോവിഡ് കാലത്ത് ഒരു ഒഴിച്ചുമാറ്റൽ കിട്ടി. വന്ദേ ഭാരത് കേട്ട വല്ലവരുണ്ടോ? വന്ദേ ഭാരത് കരമുയരുന്നില്ലല്ലോ. ഗൾഫിൽ കിടക്കുന്ന നമ്മുടെ പിള്ളേരെ കൊണ്ടുവരുവാൻ എയർ ഇന്ത്യയുടെ എമിറേറ്റ്സിന്റെയും വിമാനം പോയി. തീർന്നില്ല. ഇപ്പൊ നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും വെള്ളറുടെയും കാരക്കോണത്തും എത്രയോ കുഞ്ഞുങ്ങൾ ഉക്രൈനിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അവരെ ഈ റഷ്യ ഉക്രൈൻ നടന്നപ്പോൾ ഒരു പരിപാടി നടന്നു, ഓപ്പറേഷൻ ഗംഗ. കേട്ട വല്ലവരും ഉണ്ടോ? പിള്ളാരെ കൊണ്ടുവരുവാൻ ഓപ്പറേഷൻ ഗംഗ വിമാനം പോയി. എവിടെ പോയി? റഷ്യയിൽ പോയി, ഹംഗറിയിൽ പോയി, പോളണ്ടിൽ പോയി, ബുക്കാപെസ്റ്റിൽ പോയി, ബുഡാപെസ്റ്റിൽ പോയി. ആരാ? എയർ ഇന്ത്യ. 2 ഇൻഡിഗോ. അടുത്തത് ഉത്തർപ്രദേശിലെ ഹിൻഡാലിൽ നിന്ന് എയർഫോഴ്സിന്റെ വിമാനം പോയി. ആരെ കയറ്റുവാൻ? ആരെ കയറ്റി? പാകിസ്ഥാനിയെ കയറ്റിയോ? ഇല്ല. അറബിയെ കയറ്റിയോ? ഇല്ല. ഇംഗ്ലീഷുകാരനെ കയറ്റിയോ? ഇല്ല. ഇന്ത്യയുടെ വിമാനം അവിടെ ചിറങ്ങി. ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളവര് അതിനകത്ത് കയറ്റി തിരിച്ച് തിരുവനന്തപുരത്ത് ന്യൂഡൽഹിയിലും കൊണ്ടുവന്നതുപോലെ ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു. രക്ഷയുടെ ബോർഡിംഗ് പാസ് കരസ്ഥമാക്കിയവരെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി എന്റെ കാന്തൻ വരാറായി. രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവസാന മോമെന്റ്. എനിക്കാന്ന് ശരീരത്തിൽ സുഖമില്ല, അതുകൊണ്ട് വേഗത്തിൽ അവസാനിപ്പിക്കുക. അവസാന മോമെന്റ്. ഇവിടെ നല്ലൊരു വീടുണ്ട് പുന്നക്കാട്. ആ വീട്ടിനകത്ത് ഒരു ചെറുപ്പക്കാരി, തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് 40 വയസ്സ്, പെൺകുട്ടിക്ക് 38 വയസ്സ്. 2 കൊല്ലം മുമ്പ് അവർ വന്നതാ. അന്ന് അവർ മക്കളില്ലായിരുന്നു. അനേക ട്രീറ്റ്മെന്റ് നടന്നു. ഒരു കുഞ്ഞിനെ കിട്ടി. ഇപ്പൊ ആ കുഞ്ഞ് 2 വയസ്സുണ്ട്. ഒരു ഉപമയായി പറയുക, ഒരു ദിവസം ഉച്ചയ്ക്ക് കറുത്ത ഒരു കൊച്ച. ഇവരൊരുമിച്ച് ആഹാരം കഴിച്ചു. ഇവരൊരുമിച്ച് ബെഡിൽ കിടന്നു. 2 മണി കഴിഞ്ഞു. ഉറക്കം തുടങ്ങി. 3:30 ആയപ്പോൾ ഇവരെഴുന്നേറ്റ്. കുഞ്ഞ് നല്ല ഉറക്കം. സഹോദരി ഒരു തലേണ വെച്ച് ഭർത്താവിനോട് പറഞ്ഞ് തോട്ടത്തിൽ പോയി വെള്ളമടിക്കാം. കുറെ കഴിഞ്ഞ് വന്ന് കുഞ്ഞിനൂടെ നമുക്ക് ചായ ഇടാം. ഇവർ തോട്ടത്തിൽ വെള്ളമടിച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നാട്ടുകാരൻ നിലവിളി, പോകാ പോകാ പോകാ. അവർ ഓടി വന്നു. നാട്ടുകാർ പറഞ്ഞു, ഭവനത്തെ കയറരുത്, ഷോർട്ട് സർക്യൂട്ട് എല്ലാം കത്തിക്കൊണ്ടിരിക്കുക. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞ് കിടക്കുക. നാട്ടുകാർ പറഞ്ഞു, കയറരുത്. സഹോദരിയും പുറത്തിറങ്ങി കൈ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് മരിച്ചു കാണത്തില്ല, ഇനി നമുക്കൊരു കുഞ്ഞിനെ കിട്ടാനും സാധ്യതയില്ല. ആരൊക്കെ തടഞ്ഞാലും നമുക്കകത്തേക്ക് കയറാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരിയും കരം ചേർത്ത് പിടിച്ചു. കത്തുന്ന വാതിലേക്ക് വന്നിട്ട് നാട്ടുകാരോട് പറയും, തടയരുത്. അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറി. അകത്തോടി. അല്പം പൊള്ളിയ കുഞ്ഞിനെ വാരിയെടുത്തു. പടപട പുറത്തേക്ക് ചാടി. നാട്ടുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, ഹല്ലേലൂയ, കമ്പ്യൂട്ടർ കത്തട്ടെ, ബാങ്കിലെ പാസ്ബുക്ക് കിട്ടട്ടെ, എന്നാൽ വിലയേറിയതൊന്നും അകത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ ചങ്കിലെ ചോരയാൽ ജനിക്കപ്പെട്ട ഒരു പൈതൽ, അതിനെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്ത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാൾ അറക്കപ്പെട്ടു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കുഞ്ഞാടാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വരാറായി. പത്രോസ്ലീഹ പറഞ്ഞതുപോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ കുഞ്ഞാട് വരുമ്പോൾ കാന്തയെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാഹളം ധ്വനിക്കും. ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. നാളെ രാത്രി ഇതിന്റെ ബാക്കി ആമോസും സക്കരിയാവും മുഴുവൻ പ്രവചനങ്ങൾ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്കാം. ഈ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കാറായി. ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു വ്യത്യാസമുണ്ട്. നീതി സൂര്യൻ ഈ തലമുറയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടും.